എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. നമ്മളിന്ന് ദശമഹാവിദ്യകള് എല്ലാ ദശമഹാവിദ്യകളെ കുറിച്ചും അതിന്റെ തത്വം ഗ്രഹിക്കാനുള്ള ഒരു പാതയിലേക്കാണ് ഇപ്പൊ പ്രവേശിക്കുന്നത്. ഇന്നലെ ഭുവനേശ്വരി തത്വം നമ്മൾ കേട്ടു. അതുപോലെ കാളി മുതലുള്ള 10 ദശമഹാവിദ്യകള്, അവരില് ഏതെങ്കിലും ഒരു മഹാവിദ്യയിലൂടെ എങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിച്ചേരണു എന്നുള്ള ഒരു വഴി, അതാണ് ഈ തത്വം എന്ന് പറയുന്നതെന്ന് നമ്മൾ കണ്ടു. ഇന്ന് ആദ്യത്തെ മഹാവിദ്യയായിരിക്കുന്ന കാളി. ആരാണ് കാളി? എന്താണ് കാളി തത്വം? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മളൊന്ന് അറിയാൻ പോകുന്നത്. ഇതിന്റെ ഒരു ഡീപ്പർ വേർഷനിലോട്ട് പോവാതെ എങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി പോവാന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ദശമഹാവിദ്യകളില് പ്രഥമ മഹാവിദ്യ കാളിയാണ്. മഹാവിദ്യാ സ്വരൂപങ്ങളുടെ എല്ലാം മൂലമായിരിക്കുന്നത് കൊണ്ടും സകലതിനും ആദ്യമായിരുന്നതിനാലും ദേവിയെ ആദ്യ എന്നാണ് വിളിക്കുന്നത്. ആദ്യ കാളി, ആദ്യമായിട്ടുണ്ടായവൾ. ഇപ്പൊ കാളിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കാളി ശബ്ദത്തിന്റെ നിരുക്തി അഥവാ അതിന്റെ വ്യുത്പത്തി നമ്മളൊന്ന് അറിയണം. എന്നാലേ അത് എവിടെ നിന്നാണ് ഇത് വന്നത്, ഈ കാളി എന്നുള്ളത്. അപ്പൊ ഇതിന് 4 ധാതുക്കളിൽ നിന്നാണെന്ന് പറയണു. ഒന്ന് കലതി, ഒന്ന് കലത്തെ, കലയതി, കലയത്തെ. ഇങ്ങനെ ഉള്ള 4 വാക്കുകളിൽ നിന്നാണ്. കല ശബ്ദം എന്ന് പറഞ്ഞാല് ആ കാളി എന്നുള്ള വന്നിരിക്കുന്ന കല എന്നുള്ളതിൽ നിന്നാണ്. അപ്പൊ അതിൽ നിന്നാണ് ഇത് നിഷ്പന്നമായിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ കല എന്ന് പറഞ്ഞാൽ എന്താണ്? കലയെ തന്നെയാണ് നമ്മൾ കാലം എന്ന് പറയുന്നത്. കലയും കാലവും രണ്ടല്ല. കാലം കല ഉണ്ടാക്കുന്നു. അപ്പൊ കലയെ തന്നെ കാലമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോ ദേവിയുടെ കൃഷ്ണവർണ്ണത്തെ കൊണ്ടുകൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ ആ ഒരു കാളി എന്നുള്ള പേര് വന്നതെന്ന് പറയുന്നു. എല്ലാറ്റിനെയും ഗമിപ്പിക്കുന്നത് കൊണ്ട് കാലഹ. ഇന്ന് എല്ലാം പുറത്തു വരുന്നത് പ്രളയം കഴിഞ്ഞിട്ട് എല്ലാ വസ്തുക്കളും എല്ലാ സൂക്ഷ്മ രൂപത്തിൽ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് പുറത്തേക്ക് ഗമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ അതുകൊണ്ട് അത് കാലം എന്ന് പറയാറുണ്ട്. അപ്പൊ കൃഷ്ണവർണ്ണം ഉള്ളത് കൊണ്ടും കാളി, ഇതൊക്കെയാണ് ഒരു പൊതുവായിട്ടുള്ള അർത്ഥം. അപ്പൊ കൃഷ്ണവർണ്ണസ്യോ അസ്തസ്യ എന്ന് പറയാറുണ്ട്. കാരണം ആ ഒരു ശിവന്റെ പത്നിയായിരിക്കുന്ന കറുത്ത നിറത്തോട് കൂടിയവൾ കാളി. ഈ കാളി ശബ്ദം പരമേശ്വര വാചകം അല്ലെങ്കിൽ കാലവാചകം, കൃഷ്ണവർണ്ണാദി വാചകം എന്നൊക്കെയാണ് ഇതിനെ പറയപ്പെടുന്നത്. ഈ ശൈവാഗമങ്ങളില് 36 തത്വങ്ങളില് കാലം എന്നത് 9ാമത്തെ തത്വമാണ്. നമുക്കെല്ലാം അറിയാം, കാശ്മീർ ശൈവിസത്തില് പ്രപഞ്ചം ഉത്പന്നമായിരിക്കുന്നത് 36 തത്വങ്ങളിലൂടെയാണ്. അതില് 9ാമത്തെ തത്വത്തെയാണ് നമ്മൾ കാലം എന്ന് പറയുന്നത്. അപ്പൊ കാലത്തെ ശ്രുതികളിലും പുരാണങ്ങളിലും തന്ത്രങ്ങളിലും എല്ലായിടത്തും ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന എന്താ? കാലം എന്ന് പറഞ്ഞാൽ അനാദിയാണ്, അനന്തമാണ്, പരയാണ്, സർവകയാണ്, സ്വതന്ത്രയാണ്, അല്ലെ, അജരയാണ്. ഇങ്ങനെയാണ് നമ്മൾ കാലത്തിനെ കുറിച്ച് പറയാറ്. കാരണം ഏക മഹേശ്വര കവി അഖണ്ഡ അനാദിനിധന രുദ്ര സംഘർഷണ സർവഭൂത ശമന സർവഭൂത കർഷണ, ഇതുപോലെയുള്ള ഒരുപാട് ഉപാധി ഭേദം കൊണ്ട് കാലത്തെ പറയാറുണ്ട്. എന്താണ് കാലം? നമ്മൾ കാലവും സമയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് കാലത്തെ അറിയുന്നത്, അല്ലെ? അപ്പൊ ഒരു കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയത്തിന്റെ ഒരു ചെറിയ മാത്രം മുതൽ അതിന്റെ ഏറ്റവും വലുത് വരെ അറിയണം. അപ്പൊ കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? കാലത്തെ സമയത്തിന്റെ രീതി നോക്കുകയാണെങ്കിൽ ലവം, ത്രുടി, നിമേഷം, ക്ഷണം, മുഹൂർത്തം, ഘടി, പ്രഹരം, ദിനം, രാത്രി, പക്ഷം, മാസം, അയനം, വർഗം, യുഗം, കൽപ്പം. അപ്പൊ ഇങ്ങനെ അനന്തമായിട്ടാണ് കാലത്തെ വിഭജിച്ചിരിക്കുന്നത്. അപ്പൊ കാലം എന്നുള്ളത് സൂക്ഷ്മമെന്നും പറയുന്നുണ്ട്, സ്ഥൂലമെന്നും പറയുന്നുണ്ട്. 2 രീതിയിലും പറയുന്നുണ്ട്. ഈ ലൗകികമായിട്ട് നമ്മൾ കാണപ്പെടുന്ന, നമ്മുടെ പ്രായത്തെ നിശ്ചയിക്കുന്ന ഒരു വസ്തു വന്നു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഗണന കൊണ്ടാണ് അതിന് എത്ര പ്രായമായി എന്ന് നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ ലൗകികം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സ്ഥൂലം എന്ന് പറയുന്നു. ആധ്യാത്മിക യോഗികൾ അറിയുന്നത് സൂക്ഷ്മമായിട്ടാണ്. അപ്പോ അവർക്ക് സമയം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമാണ്. അത് ഈ കാലഗണന കൊണ്ടല്ല അവര് അറിയുന്നത്. അപ്പൊ ഈ ഭഗവതി മഹാകാളി എന്ന് പറഞ്ഞാല് മഹാകാലന്റെ ശക്തിയാണ്. അപ്പോ മഹാകാലൻ എന്ന് പറഞ്ഞാൽ ആരാ? ആ കാലൻ എന്ന് പറഞ്ഞാല് സാക്ഷാത് ശിവനാണ്. കാലകാലൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? അപ്പൊ ജഗത്തിന്റെ കർത്താവും
ധർത്താവും ഹർത്താവും കാലം തന്നെയാണ് എന്ന് നമുക്കറിയാം. അത് നമ്മൾ അറിയണം. കാരണം കാലത്തിലൂടെയാണ് ഈ പ്രപഞ്ചം, ഈ ജഗത്ത് ഉത്പത്തി ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും അത് തിരിച്ചു ലയിക്കുന്നതും. ആ വ്യക്തി, ആ സ്വരൂപം ആരാണെന്ന് ചോദിച്ചാൽ ശിവനാണ്. അപ്പൊ ജഗത്തിന്റെ കർത്താവും ധർത്താവും ഹർത്താവും ശിവനാണ്. ആ ശിവന്റെ ശക്തിയെ അല്ലെങ്കിൽ സ്ത്രീയെ കാലവിശിഷ്ട അഥവാ നമ്മള് കാളി അല്ലെങ്കിൽ മഹാകാളി എന്നുള്ള പേരില് വിളിക്കുന്നു. അപ്പൊ പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള സംയോഗം കൊണ്ടാണ് കാലത്തിന്റെ ജഗത് കർത്തൃത്വം ഉണ്ടാകുന്നത്. ഇവിടെ പുരുഷസ്യ ആ ഭേദദ്വയം എന്ന ആചാര്യന്മാര് പറയുന്നുണ്ട്. കാലം എന്ന് പറയുന്നത് ഒരു യജ്ഞമാണ്. ഇതേ കാലം തന്നെ അനാദിയും വ്യാപകവുമാണ്. അപ്പൊ അതുപോലെ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? സാദിയും പരിച്ഛിന്നവുമാണ്, അല്ലെ? അപ്പൊ കാലപുരുഷൻ സൃഷ്ടി പ്രവർത്തകനും ആ യജ്ഞപുരുഷൻ കാലപുരുഷന്റെ സഹായം കൊണ്ട് വിശ്വം രചിക്കുകയും ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഈ പുരുഷനാണ് മന്ത്രസംഹിതയിലെ കാലൻ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. കാലൻ നമ്മൾ പോത്തിന്റെ പുറത്ത് ഒരാൾ വരാറുണ്ട്, അല്ലെ? ആ ആള് ആരാണ്? ഈ പുരുഷൻ തന്നെയാണ്. അപ്പോ കാലൻ എന്നുള്ള പേരിൽ വരുന്ന ഉപനിഷത്തുകളിലെ പരാത്പര എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോ അമൃതത്വം എന്ന് പറയുന്നത് സത്യവും ആ ഒരു മൃതത്വം എന്ന് പറയുന്നത് അസത്വവുമാണ്. മൃതിയാവുക, മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്ഥൂല ശരീരത്തിനുള്ള നാശത്തെയാണ് നമ്മൾ മൃതി എന്ന് പറയുന്നത്. അപ്പോ അമൃത തത്വം എന്ന് പറഞ്ഞാൽ നിരഞ്ജനം, നിർഗുണം, ശാന്തം, ശാശ്വതം, അഭയം, പൂർണ്ണം, ഇതെല്ലാം. കാരണം ആത്മാവിന് ഒരിക്കലും മരണമില്ല, ശാശ്വതമായ സത്യമാണ്. ശരീരത്തിനാണ് മരണമുള്ളത്. രണ്ടാമത്തതോ, അത് എന്താ പറയാ, സഗുണവും അശാന്തവും സഭയവുമാണ്. കാരണം ഇത് രണ്ട് തത്വം തമ്മില് ഇരുട്ടും പ്രകാശവും പോലെ പരസ്പരം അത്യന്തം വിരുദ്ധ സ്വഭാവമുള്ളതാണ്. എന്നാൽ അവിനാഭൂതമായിട്ട് സ്ഥിതി ചെയ്യുന്നു, പരസ്പരം ആശ്രയിച്ച് നിലനിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. അമൃതത്വം എന്ന് പറയുന്നതും ജീവത്വം എന്ന് പറയുന്നതും രണ്ട് വിരുദ്ധ ശക്തികളാണ്. ഒരു എന്താ പറയാ, ഒന്ന് പ്രകാശാത്മകവും ഒന്ന് തമസ് ഉള്ളതുമാണ്. ഇത് രണ്ട് തത്വം തമ്മില് വളരെ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇത് ചില സ്ഥലങ്ങളിൽ ഒന്നായിട്ടും ചില സ്ഥലത്ത് വിനാശമില്ലാതെയും സ്ഥിതി ചെയ്യും. മറ്റൊരു സ്ഥലത്ത് എല്ലായ്പ്പോഴും അസത്തായിട്ട് വിനാശത്തോടു കൂടിയുള്ള സ്വരൂപത്തോടു കൂടിയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സത്തിന്റെയും അസത്തിന്റെയും അമൃതത്തിന്റെയും മൃത്യുവിന്റെയും സമഷ്ടിയാണ് നമ്മള് കാലപുരുഷൻ എന്ന് പറയുന്നത്. എല്ലാത്തിനും കേൾക്കാറുണ്ട് കാലപുരുഷൻ. ഈ കാലപുരുഷ രൂപമായിരിക്കുന്ന പരാത്പര തത്വത്തില് ആ ഒരു വിലക്ഷണ ധർമ്മ രൂപമായിരിക്കുന്ന മായാരശ്മികള് പ്രതിക്ഷണം ഉണ്ടാകുകയും വിലയിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയണം. എങ്ങനെയാണ്? എപ്രകാരമാണോ സമുദ്രത്തിൽ തിരമാലകൾ ഉണ്ടാകുകയും ക്ഷണത്തിൽ വിനാശവും സംഭവിക്കുന്നത്, അതുപോലെ ഇതിനെ നമ്മൾ കാണണം, സ്വീകരിക്കേണ്ടതാണ്. കാരണം ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? മായാബലം. അപ്പൊ മായാബലമാണ് ഈ എന്താ പറയാ അസീമിത്തത്തെ സീമത്തമായിട്ട് തോന്നുന്നതും ആ ഒരു നിരധികത്തെ സാവധികമായിട്ടും തോന്നുന്നത്. അതായത് നമുക്കുണ്ടോ എന്നുള്ള ഒരു പ്രതീതി വരുത്തുന്നതും. അപ്പൊ അതിന്റെ ബലത്താലാണ് അഥവാ അതിന്റെ പ്രഭാവം കൊണ്ടാണ് വിശ്വാതീതൻ എന്നുള്ള ആ എന്താ പറയാ തലത്തിലിരിക്കുന്ന ശിവൻ ആ വിശ്വാത്മകനായിട്ട് കാണപ്പെടുന്നത്. അപ്പം യാതൊരു ശക്തിയാണോ കാലത്തെ യജ്ഞരൂപത്തിൽ പരിണമിപ്പിക്കുന്നത്, ആ മഹാമായയാണ് നമ്മള് പ്രകൃതി എന്ന് വിളിക്കുന്നത്. ഈ ശക്തിയുടെ സമന്വയം കാരണമാണ് കാലപുരുഷൻ ഏതെങ്കിലും പ്രദേശത്ത് കാമനാചക്രത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്. ഇപ്രകാരം ഓരോ മായാബലം കൊണ്ട് ഓരോ വിശ്വചക്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മായാബലം അനന്തമായതുകൊണ്ട് വിശ്വവും അനന്തമായിട്ട് കാണപ്പെടുന്നു. അപ്പൊ അനന്ത വിശ്വത്തിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന ആ ഒരു കാലപുരുഷൻ നിയത രൂപത്തെ സ്വീകരിച്ച് ഖഡ്ഗം ഹസ്തത്തിൽ സ്വീകരിച്ച് എല്ലാറ്റിനെയും എന്താ പറയാ ഇല്ലാതെയാക്കുന്നു, ശാസിച്ചുകൊണ്ട്. ഇല്ലേ? ആ ഒരു ഖഡ്ഗം കയ്യിൽ വെച്ചിട്ട്, നമ്മള് കൽക്കിയുടെ കയ്യിലൊക്കെ ഖഡ്ഗം കാണാറുണ്ട്, അല്ലെ? എന്തിനെയാണോ നമ്മൾ ഇല്ലാതാക്കുന്നത്, നശിപ്പിക്കുന്നത്, അങ്ങനത്തെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ എല്ലാ ലോകങ്ങളിലും എല്ലാ ഭൂതങ്ങളിലും എല്ലാ വിശ്വചക്രങ്ങളിലും ആ കാലപുരുഷനെ അനുവർത്തിക്കുന്നു. അത് അസതാണ്. എന്നാല് കാലപുരുഷൻ എന്താ? മഹാമായ പരിച്ഛിന്നനാണ്. അപ്പൊ അപരിമിതമായിരിക്കുന്ന കാലപുരുഷന് യാതൊരു അഭാവവും സംഭവിക്കുന്നില്ല. എന്നാല് ആ ആപ്തകാമന് ആപ്ത വസ്തുക്കളിൽ കാമന ഉണ്ടാകുന്നു. എല്ലായിടത്തും വ്യാപകമായിരിക്കുന്നുണ്ട് കാലപുരുഷനെ കാമനയില്ല, പ്രത്യേകിച്ച് ഒരു ആഗ്രഹവും അദ്ദേഹത്തിനില്ല. എന്നാൽ മായാഹേതുവായിട്ട്
പ്രദേശത്ത് നമ്മള് എന്താ പറയാ ആ ഒരു പരിമിതമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അപ്പം ആ ഒരു കാമം എന്ന് പറയുന്നത് പരിമിതമായിരിക്കുന്ന ബോധത്തിന്റെ ഫലമാണ് എന്ന് പറയുന്നു. ഈ കാമനയാണ് നമ്മള് എന്താണ് ഉപനിഷത്തുകളൊക്കെ പറയുമ്പോൾ ഏകോ ഏകോ അഹം ബഹുസ്യാം പ്രജായതേ, ഏകമായിരിക്കുന്ന ഞാൻ പലതായിട്ട് തീരട്ടെ എന്നുള്ള ആദ്യത്തെ ഇച്ഛാശക്തി. അപ്പോ ആ ബലം കൊണ്ടാണ് ഈ പറയുന്ന ഈ എന്താ ഉത്തരകാലം എന്ന് പറയുന്ന ഹൃദയബലം കൊണ്ട് ഉണ്ടാകുന്ന ഈ കാമനാരൂപമായിരിക്കുന്ന മനസ്സുണ്ടാക്കുന്ന ഈ പ്രകൃതി. അപ്പൊ മനസ്സിന്റെ വ്യാപാരമാണ് കാമന. ഇത്രയും പറയാൻ എന്താ കാരണം? ഈ പറയുന്ന കാമനകളെല്ലാം തന്നെ എവിടെയാണ് ഉണ്ടാകുന്നത്? മനസ്തത്വത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് മനസ്സിന്റെ സ്ഥാനം എവിടെയാണെന്ന് പറയുന്നു? ഹൃദയമാണ് എന്ന് പറയുന്നു. ഹൃത് പ്രതിഷ്ഠിതം. അപ്പോ ആ ഒരു മനസ്സിൽ നിന്നുണ്ടാകുന്ന കാമത്തിന്റെ ആ ഒരു ഉത്ഭവം എവിടെയാ തുടങ്ങുന്നത്? ഓരോ വ്യക്തിയുടെയും ഹൃദയസ്ഥാനത്ത് നിന്ന് ആണ് ഉണ്ടാകുന്നത്, മനസ്സിൽ നിന്ന്. അപ്പൊ ഇന്ന് എന്തൊക്കെയാ ഉണ്ടാകുന്നത്? പഞ്ചീകൃതമായിരിക്കുന്ന പ്രാണന് പിന്നെ ഭൂമി, ജലം, അഗ്നി, ആകാശം തുടങ്ങിയ പഞ്ചജനങ്ങൾ ഉണ്ടാകുന്നു, 5 വസ്തുക്കൾ ഉണ്ടാകുന്നു. അതിൽ നിന്നാണ് ഈ പറയുന്ന എന്താ പറയാ ഈ പറയുന്ന പ്രജകളും ഈ കാണപ്പെടുന്ന പ്രപഞ്ചവും എല്ലാം ഉണ്ടാകണു. ഇതിനെയാണ് നമ്മൾ പുരഞ്ജനൻ എന്ന് പറയുന്നത്. പുരഞ്ജനോപാഖ്യാനം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ പുരഞ്ജനൻ എന്ന് പറയുന്ന പുരത്തിൽ ജീവിക്കുന്ന ഒരു ചെറിയ ഇത് എല്ലായിടത്തും അപരിമേയമായിരിക്കുന്ന ശക്തി ഈ പറയുന്ന പഞ്ചീകൃതമായിരിക്കുന്ന പ്രപഞ്ചത്തിലൂടെ പുരഞ്ജനനായിട്ട് തീരുന്നു. ഒരു പുരത്തില്, ചെറിയ ഒരു പുരത്തില് ജനിച്ചതായിട്ട് നമുക്ക് തോന്നുന്നു. നമ്മൾ പറയില്ലേ ജനിക്കുക മരിക്കുക എന്ന്. അപ്പൊ ഈ ജനിച്ചതായിട്ട് നമുക്ക് തോന്നുന്നു. അതെന്തുകൊണ്ടാ? മായാശക്തി കൊണ്ട്. ആ പരബ്രഹ്മത്തിന്റെ ഒരു അംശം ഈ ശരീരത്തില് എന്താ പറയാ ജീവനായിട്ട് വന്നു ചേരുന്നു. അപ്പൊ ഇതെല്ലാം തന്മാത്ര അഭീഷ്ടമാണ്. തന്മാത്രകളുടെ എന്താ പറയാ പ്രവൃത്തി കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന എന്താ പറയാ പ്രകൃതിയിലെ സോമൻ, അഥർവൻ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം തന്നെ ഒരു ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അല്ലേ? അതെല്ലാം തന്നെ ഉണ്ടാകുന്നത് അങ്ങനെയാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ 36 തരത്തില് ഈ പറയുന്ന ഈ പ്രപഞ്ചം 36 തരത്തിലാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വേദമൂർത്തിയായിരിക്കുന്ന ഋക്ക് സാമാധി ഭേദം സ്വീകരിച്ച് ദശകലയായിട്ട് സ്വയം രണ്ടായിട്ട് മാറി വിരാജിക്കുന്നു. ഇതിനെയാണ് നമ്മള് ഋക്ക്, സാമം, യജുസ്, ആപ, വായു, സോമ, യമ, അഗ്നി, ആദിത്യൻ ഇങ്ങനെ ദശകലാത്മകമായിട്ട് അക്ഷര പ്രജാപതി രൂപത്തില് പരിണമിച്ച ദശകലയായിട്ട് നമ്മൾ പറയപ്പെടുന്നത്. അപ്പൊ ദശാക്ഷരോ വൈ വിരാട് എന്ന് ശ്രുതി പറയുന്നതും അതാണ്. യജ്ഞപുരുഷനായി പറയപ്പെടുന്ന വിരാട് പുരുഷനും ഇത് തന്നെയാണ്. അപ്പൊ ഇപ്രകാരം വിശ്വാത്മകനായിരിക്കുന്ന വിരാട പുരുഷൻ ദശ അവയവിയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് പ്രജാപത്യകളായിരിക്കുന്ന വിശ്വവിദ്യകളും ദശ അവയവങ്ങളോട് കൂടിയതാണ്. അങ്ങനെ 10ാമത്തതാണ് പൂർണ്ണമായിരിക്കുന്നത്. അതാണ് എന്ത്? മഹാകാലനും വിശ്വാതീതയും പരാത്പരയുമായിട്ട് പറയുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ സൃഷ്ടിവിദ്യ എന്ന് പറയുന്നത് 10 തരത്തില് വിഭക്തമായി. അതായത് ഒരു പുരുഷൻ തന്നെ എന്തായിട്ട് തീരുന്നു? 10 പുരുഷനായിട്ട് മാറുന്നു. അപ്പൊ ആ പുരുഷൻ പ്രകൃതിയുമായിട്ട് അവിനാഭൂതമാണ്. കാരണം ആ പുരുഷന്റെ ഉള്ളിൽ തന്നെ പ്രകൃതി ഉണ്ടല്ലേ? അങ്ങനെ അവര് രണ്ടുപേരും സെപ്പറേറ്റഡ് ആവുന്ന പിന്നെയാണ്. ആദ്യം എന്താ ഉണ്ടാവുന്നത്? 10 പുരുഷന്മാര്. ഇപ്രകാരം മഹാകാലന്റെ ശക്തിയായിരിക്കുന്ന മഹാകാളി ഒന്ന് തന്നെയാണെന്ന് സിദ്ധിക്കണം. മഹാകാലന്റെ ഉള്ളിലാണ് ആദ്യം ആ ശക്തി ഉണ്ടായിരുന്നത്. പിന്നെ പുറത്തു വന്നപ്പോ നമ്മൾ അതിനെ മഹാകാളി എന്ന് പറഞ്ഞു. അപ്പൊ ആഗമശാസ്ത്രം ഈ 10 ശക്തികളെയാണ് നിരൂപിക്കുന്നത്. ആ ശക്തികളെയാണ് നമ്മള് മഹാവിദ്യ എന്ന പേരിൽ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ മഹാകാളിയാണ് മുഖ്യമായിരിക്കുന്ന ശക്തി, ആദ്യത്തെ ശക്തി. അതുകൊണ്ടാണ് ആദ്യ. അപ്പൊ ബാക്കി എല്ലാ ശക്തികളും ഈ അംഗഭൂതകളാണ്. കാരണം ഇതിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ഇപ്രകാരമുള്ള ഈ മഹാകാലനായിരിക്കുന്ന ശിവന്റെ ശക്തിയായിരിക്കുന്ന കാളി അപ്പൊ മഹാകാലനിൽ നിന്ന് അഭിന്നയായതുകൊണ്ട് മഹാകാളി എന്ന് വിളിക്കപ്പെടുന്നു. ഇതാണ് ആദ്യമായിട്ട് കാളി സ്വരൂപം എങ്ങനെ വന്നു എന്ന് പറയുകയാണിത്. കാരണം ഇനിയാണ് ദേവി ആരാണ്, എന്തിനാണ്, എങ്ങനെയാണെന്നൊക്കെ പറയാൻ പോകുന്നത്. ഇപ്പൊ കാളിയുടെ കൃഷ്ണവർണ്ണത്വം ഈ ലോക വ്യവഹാര പരമ്പരയാൽ കാളി ശബ്ദത്തിന് അന്വർത്ഥമായിട്ട് നിശ്ചയിക്കാറുണ്ട്. അതായത് ദേവിയുടെ കാളി എന്ന് വിളിക്കാൻ കാരണം കൃഷ്ണവർണ്ണമാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതിനെ താമസി, കാളരാത്രി എന്നുള്ള നാമങ്ങളുടെ പ്രയോഗങ്ങൾ കൊണ്ട് ദൃഢീകരിച്ച് പറയാറുണ്ട്. എന്നാല് ശരിക്കും വസ്തുത എന്താണെന്ന് വെച്ചാൽ ദേവി അതീവ സുന്ദരിയാണ്.
എപ്രകാരമുള്ള സൗന്ദര്യം എന്ന് ചോദിച്ചാല് നമ്മൾ ദേവീ മഹാത്മ്യത്തിൽ പറയുന്നു സൗമ്യ, സൗമ്യതര, അശേഷ സൗമ്യ, സൗമ്യാഭ്യ അതിസുന്ദരി എന്നാ പറയുന്നത്. അപ്പൊ സൗമ്യവും സൗമ്യതരവും അശേഷ സൗമ്യമായിരിക്കുന്ന അതിസുന്ദരിയായിരിക്കുന്ന ദേവി അല്ലെങ്കിൽ ദേവിയുടെ രൂപം കണ്ട മാത്രയിൽ തന്നെ വിമോഹിതരായിട്ട് പുരാണ ചർച്ചിതമായിട്ട് നമ്മളെ കഥകളിൽ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? ദേവിയെ കാണുമ്പോൾ തന്നെ അവര് അത്ഭുത പരതന്ത്രമായിട്ട് നിൽക്കുകയാണ്. എല്ലാ ആചാര്യന്മാരും അത് തന്നെയാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ദേവിക്ക് ഈ ഒരു ഘോര രൂപത്വം എന്ന ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകാം. ആ ഘോര രൂപത്വം കാര്യ വിശേഷാത്മ നിരൂപിതമാണ്. കാരണം എന്താ? കൃഷ്ണ വർണ്ണമുള്ളത് കൊണ്ട്, കാളി എന്നല്ല, യഥാർത്ഥത്തില് കാലവിശിഷ്ടമുള്ളത് കൊണ്ടും കാലരൂപത്വം ഉള്ളത് കൊണ്ടും കാലശക്തിത്വം ഉള്ളത് കൊണ്ടും കാലനായിരിക്കുന്ന ശിവന്റെ സ്ത്രീയായിട്ട് ഉള്ളത് കൊണ്ടുമാണ് കാളി എന്ന് വിളിക്കുന്നത്. പിന്നെ ദേവിക്ക് എന്താ ഒരു വിശിഷ്ട തത്വം ഉള്ളത്? തമോ ഗുണമാണ് അമ്മയുടെ തത്വം ഇല്ലേ? തമോ ഗുണ വിശിഷ്ടത്വം കൊണ്ട് അന്ധകാര മോഹ അജ്ഞാനമയത്വം കൊണ്ടും താമസിയാണ് ദേവി എന്ന് പറയുന്നു. ഇതിൽ നിന്നാണ് കാളരാത്രി എന്നുള്ള പേര് ദേവിക്ക് വന്നത്. അപ്പൊ തമോ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ? തമോ ഗുണം ഗുണത്രയങ്ങളുടെ അന്തർഗതമായിരിക്കുന്ന ഗുണമാണ്. കാരണം ഈ പറഞ്ഞ സാഖ്യശാസ്ത്രം അനുസരിച്ച് ഭൂതാദി തത്വങ്ങളുടെ ജനകത്വം തമസിൽ നിന്നാണ്. അപ്പൊ അതാണ് ഉൽപാദനശീലം എന്ന് പറയുന്നത്. അപ്പൊ വേദാന്തം ഇതിനെ സ്പർശിച്ചിട്ടില്ല, സ്പർശിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിത് തന്ത്രശാസ്ത്ര പ്രകാരമാണ് പറയുന്നത്. അങ്ങനെ തമോ ഗുണ വിശിഷ്ടമായിരിക്കുന്ന താമസി, ആ ദേവിയാണ് ജഗത് ഉത്പാദന രൂപിണിയായിട്ട് ആദ്യമായിട്ട് വിശ്വാതീതയായിട്ട് കൃഷ്ണവർണ്ണ സ്വരൂപിണിയായിരിക്കുന്ന കാളിയായ വിശ്വത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോ കൃഷ്ണവർണ്ണത്വം എന്നത് എന്താ? തമോ രൂപമായിരിക്കുന്ന സൃഷ്ടിക്ക് ആധാരഭൂതമായത് മാത്രമാണ്. അല്ലാതെ അത് വർണ്ണമേ അല്ലെന്ന് പറയുന്നു. കറുപ്പും വെളുപ്പും നമ്മൾ വർണ്ണത്തിൽ ചേർക്കാറില്ല ഇല്ലേ? അപ്പൊ ദേവിയുടെ ഈ കൃഷ്ണവർണ്ണം എന്താണ്? വിശ്വത്തെ സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ടാണ് ദേവിക്ക് തമോ രൂപമായ എല്ലാത്തിന്റെയും ആധാര ശക്തിയാണ്. അതുകൊണ്ടാണ് ഈ കറുത്ത നിറം പറയുന്നത്. അപ്പോ അസ ദേവാമഗ്ര ആസീത് തമ ആസീത് തമസാഗ്രജ മഹാമദ്രേ എന്നാണ് ഋഗ്വേദം പറയുന്നത്. അതായത് സൃഷ്ടികർത്താവായതുകൊണ്ടും തമോ വിശിഷ്ടമായതുകൊണ്ടും അന്ധകാരമയത്വം കാരണമായിട്ടും കാളി എന്നും താമസി എന്നും കാളരാത്രി എന്നും ദേവിക്ക് പേര് കിട്ടി. ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ടല്ലേ, കാളരാത്രർ മഹാരാത്രർ മോഹരാത്രിശ്ച ദാരുണ. അപ്പൊ ഇത് നമുക്കറിയാം. അപ്പൊ ദേവിക്ക് ജഗത്തിനെ ഉണ്ടാക്കി ഉൽപ്പന്നം ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. മാത്രമല്ല എന്താണ്? ജഗത്തിന്റെ സംഹാരകർത്തൃത്വം ദേവിക്കാണ്. സംഹാരത്തിൽ അമ്മ എന്താ ചെയ്യുന്നത്? ഒരു ഘോര രൂപത്വം കൈക്കൊണ്ട് അജ്ഞാനം കൊണ്ട് ജഗത്തിനെ മറയ്ക്കുന്നത് കൊണ്ടും ആ കൃഷ്ണ തത്വം, അതായത് താമസ തത്വം, കാളരാത്രിത്വം എല്ലാം ഈ പേരുകളിൽ ദേവിയെ അറിയപ്പെടുന്നു. അപ്പൊ ഈ കാരണം കൊണ്ടാണ് ദേവിയെ മഹാമായ എന്നും മോഹമായ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. യോഗമായ എന്നും വിളിക്കാറുണ്ട്. മഹാമായ, മഹാമോഹ, യോഗമായ, ഇത് മൂന്നും ദേവിയുടെ പേര് ദേവി മഹാത്മ്യത്തിൽ പറയുന്നതാണ്. പിന്നെ ദേവിക്ക് എന്തൊക്കെ പേരാ ഉള്ളത്? ശവാരൂഢ, മഹാഭീമ, ഘോരദംഷ്ട്ര, ചതുർഭുജ, ഖഡ്ഗമുണ്ട വരാഭയകര, മുണ്ടമാലാധര, ലല ജിഹ്വ, ദിഗംബര, ശ്മശാനവാസിനി. ഇതാണ് കാളിയുടെ രൂപസങ്കല്പം. ഈ പറയുന്ന രീതിയിലാണ് നമ്മൾ കാളിയെ കാണാറുള്ളത് അല്ലെ? അപ്പോ ഈ നാമങ്ങളെ മുൻനിർത്തി ദേവി ഘോരയാണെന്നും ശിവന്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്നവളാണെന്നും എല്ലാം നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട് അല്ലെ? യഥാർത്ഥത്തിൽ ഇത് ദേവിയുടെ തത്വഭാവമാണ്. എന്താണ് ദേവി? എന്ത് തത്വമാണ് ദേവി ഇതിലൂടെ പ്രകടമാക്കുന്നത്? പ്രളയകാരിണിയായിരിക്കുന്ന ദേവി പ്രളയാനന്തരം അഥവാ ജഗത്തിന്റെ വിനാശ അന്തരം ശവരൂപമായിരിക്കുന്ന വിശ്വത്തിന്റെ, അതായത് ശവരൂപമായിരിക്കുന്ന ശിവന്റെ മുകളില് ആരൂഢയായിട്ട് നിൽക്കുന്നതാണ് ശവാരൂഢ. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് ശ്മശാനം എന്ന് പറയുന്നത്? അങ്ങനെ ഒരു ചോദ്യം വരാം അല്ലെ? ജഗത്തിന്റെ വിനാശം കഴിഞ്ഞ് ആ ജഗത്തിന്റെ ആ ഒരു എല്ലാം ലയിച്ചു കഴിഞ്ഞിട്ട് നിർജ്ജനത്വം അഥവാ ജനങ്ങളില്ലാതെ ഒരു എന്താ പറയാ ജീവരാശിയും ഈ പ്രപഞ്ചത്തിൽ ഇല്ലാതിരിക്കുന്ന ശ്മശാനത്തിൽ നമ്മൾ ആരെങ്കിലും കാണാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ പ്രളയം കഴിഞ്ഞിട്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത്?
എല്ലാം ഇല്ലാതായി തീരുകയാണ് അല്ലേ? ജഗത്തിലെ നിർജ്ജനത്വം, ഒരു ജനങ്ങളും ഇവിടെ ഇല്ല, ഒരു ജീവരാശികളും ഇല്ലാത്തത് കൊണ്ട് അതിനെ ശ്മശാനം അഥവാ ശ്മശാന സദൃശ്യമായിട്ട് അത് തീരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പ്രളയം കഴിഞ്ഞതിന് ആ ഒരു ഭൂമിയൊന്നും ഇല്ല, എല്ലാം ഒന്നിൽ ലയിച്ചു കഴിഞ്ഞ ആ ഒരു എന്താ പറയാ മഹാർണവം, വലിയ ഒരു സമുദ്രം മാത്രം നമ്മൾ കാണുന്നു. അതിനെ നമ്മളെ മഹാശ്മശാനം എന്ന് പറയാൻ കാരണം. അപ്പോ സകലതും നശിക്കുമ്പോഴും പരാശക്തിയായിട്ട് അഥവാ ആദിശക്തിയായിട്ട് ദേവി ശ്മശാനാവസ്ഥയിലും അവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ സങ്കല്പമാണ് ശ്മശാനവാസിനിയായിരിക്കുന്ന ദേവിയുടെ, ആ ദേവി ശിവന്റെ ഉപരിയിൽ കാല് വെച്ചിട്ട് ആ സ്വരൂപത്തിന്റെ ആധാരം. അപ്പൊ ദേവിയുടെ സംഹാര ശക്തിയില് വിശ്വത്തിലെ പ്രളയം സംഭവിക്കുന്നു. എന്നിരുന്നാലും അവശിഷ്ടമായിരിക്കുന്ന ദിക് സമൂഹം ഉള്ളത് കൊണ്ട് ദേവി ദിശയെ തന്നെ അമ്പരമായിട്ട് അല്ലെങ്കിൽ വസ്ത്രമായിട്ട് സ്വീകരിക്കുന്നു. അഥവാ കാണപ്പെടുന്ന ദിക്ക് ദേവി തന്നെയാണ് എന്ന് പറയപ്പെടുന്നു. ഇപ്രകാരം ദിശയെ തന്നെ അമ്പരമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ദേവിയെ എന്താ നമ്മൾ വിളിക്കുന്നത്? ദിഗംബര. അപ്പൊ ദിക്കുകളാണ് അമ്മയുടെ വസ്ത്രം. ഒന്നുമില്ലാത്ത അവസ്ഥയില് എന്താ പറയാ, അവിടെ ആരെങ്കിലും ദർശിക്കാനോ നോക്കാനോ ഇല്ല അല്ലെ? അപ്പൊ ദിഗംബരയായിട്ട് അമ്മ ഏകയായിട്ട് അവിടെ നിൽക്കുകയാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അമ്മയെ ദിഗംബര എന്ന് വിളിക്കുന്നത്. ദേവിയുടെ നഗ്ന രൂപം ഈ തത്വത്തെ പ്രകടമാക്കാനാണ് കാണിക്കുന്നത്. അപ്പൊ പ്രളയ അനന്തരം എന്താണ്? മഹാശ്മശാനമായിട്ട് തീർന്ന, എല്ലാവരും കത്തി ഒടുങ്ങിയ അല്ലെ, എല്ലാവരും ഇല്ലാതായിട്ട് തീർന്ന ശ്മശാനം എന്ന് പറഞ്ഞാൽ ഉണ്ടായതെല്ലാം ഇല്ലാതാകുന്ന സ്ഥലം. അവിടെ അതിനെയാണ് ശ്മശാനം. അവിടെ വെറും ചാരം മാത്രമാണ് ഉണ്ടാവുക അല്ലെ? ആരും ശ്മശാനത്തിലേക്ക് പോവില്ല. കാരണം അവിടെ കത്തി അമർന്ന് ആ ഒരു ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും ഇല്ലാതെ എന്തായിട്ട് തീർന്നു? ചാരമായിട്ട് തീർന്നു. ആ ചാരത്തെ പൂശിക്കൊണ്ടാണ് മഹാകാലനായിരിക്കുന്ന ശിവൻ മഹാശ്മശാനത്തിൽ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ദേവി മാത്രമേ ഉള്ളൂ. അമ്മ നഗ്ന രൂപമായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദിക്കുകളെ അമ്പരമാക്കിക്കൊണ്ട് ദേവി അവിടെ നിൽക്കുകയാണ്. അപ്പോ ആ ഒരു ദേവി, അതുകൊണ്ടാണ് ദേവിയെ നമ്മൾ ശവാരൂഢ, ദിഗംബര, ശ്മശാനാലയ വാസിനി എന്നെല്ലാം ദേവിയെ വിളിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. അപ്പൊ പ്രളയത്തിൽ തന്റെ വിജയോല്ലാസം കൊണ്ട് പുഞ്ചിരിച്ചു നിൽക്കുകയാണ് അമ്മ. താൻ ഉണ്ടാക്കിയ, താൻ സൃഷ്ടിച്ചതിനെ എല്ലാം തന്റെ ഉള്ളിലേക്ക് സംഹരിച്ചുകൊണ്ട് എന്താ പറയാ ഭയങ്കരമായിരിക്കുന്ന ഒരു ആകാരത്തെ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അമ്മ. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട്. കാരണം തന്റെ മക്കളെല്ലാം തന്റെ അടുത്ത് തിരിച്ചു വന്നു അല്ലെ? അനേക ജന്മങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഓരോ ജീവനുകളും അവിടെ എത്തിച്ചേരാൻ അത് കുറെ കാലതാമസം വരും. ഇപ്പോഴോ പ്രളയം വന്നപ്പോ എല്ലാത്തിനെയും ഒറ്റയടിക്ക് എല്ലാവരും തന്റെ ആ ഒരു കൃമി കീടം മുതൽ ബ്രഹ്മാവ് വരെയുള്ള എല്ലാ നമ്മള് ജനിച്ചു എന്ന് പറയുന്നതെല്ലാം ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഇവർക്കെല്ലാം തന്നെ കാലത്തിന്റെ അധീനതയിലാണ് ഇവരെല്ലാം. അപ്പൊ ഇവർക്കും എല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ ഇവർക്കും ചില യുഗങ്ങളുണ്ട്. എത്ര യുഗങ്ങളാണ് ബ്രഹ്മാവായിട്ട് ഇരിക്കേണ്ടത്. അത് കഴിയുമ്പോൾ അവരും പ്രളയത്തിന് അടിമപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാവരെയും എന്താ തന്റെ ഉള്ളില് സ്വീകരിച്ചുകൊണ്ട് ആ ദേവി മാത്രമായിട്ട് വലിയ ഒരു ഘോരമായിരിക്കുന്ന വലിയ രൂപം സ്വീകരിച്ച് നിൽക്കുന്നതുകൊണ്ട് അമ്മേ മഹാഭീമ, ഘോരദംഷ്ട്ര എന്നൊക്കെ വിളിക്കുന്നു. അപ്പൊ ഭക്തന്മാരുടെ കല്യാണം, അതായത് മംഗളം ഹേതുവായിട്ട് ഖഡ്ഗത്തെ ധരിച്ചുകൊണ്ട് ജഗത്തിന്റെ നിദാനഭൂതമായിരിക്കുന്ന ബീജസ്വരൂപമായിരിക്കുന്ന മുണ്ടമാലയെ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ദേവിയെ മുണ്ടമാലാധര എന്നും വിളിക്കുന്നു. അപ്പോ ഈ മുണ്ടമാലയ്ക്ക് വേറെ ചിലര് സാധാരണഗതിയിൽ ചിലര് പറയുന്നത് വർണ്ണരൂപ മുണ്ടമാലാധാരിണി എന്നാണ്. എന്താണ് വർണ്ണങ്ങള്? നമ്മുടെ അക്ഷരങ്ങൾ അല്ലേ? പ്രത്യേകിച്ച് ദേവിയുടെ കഴുത്തിലെ മുണ്ടങ്ങൾ അല്ലെങ്കിൽ കപാലങ്ങൾ 51 തലയോട്ടികളാണ് അമ്മ ധരിച്ചിരിക്കുന്നത്. 51 അക്ഷരാളി കലിത തനുലതേ വേദമാകുന്ന ശാഖി എന്ന് പറയാറുണ്ട്. അപ്പോ 51 അക്ഷരങ്ങളെ തലയോടാക്കി ധരിച്ചു നിൽക്കുകയാണ് അമ്മ. ദേവിയെ വിളിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. ബീജാക്ഷര സ്വരൂപിണിയാണ് അമ്മ. കാരണം ഇനി പ്രപഞ്ചം ഇല്ലാത്തപ്പം അക്ഷരങ്ങളുടെ പ്രാധാന്യം ഇല്ല അല്ലേ? അക്ഷരങ്ങളിലൂടെ, വർണ്ണങ്ങളിലൂടെ, നാദത്തിലൂടെയാണ് ഈ പ്രപഞ്ചം വന്നതെന്ന് നമ്മൾ കണ്ടു. പ്രപഞ്ചത്തെ തിരിച്ചൊതുക്കി കഴിഞ്ഞപ്പോ എന്തായി? ആ 51 അക്ഷരങ്ങൾ മാലയായിട്ട് ധരിച്ചുകൊണ്ട് അമ്മ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ നാമരൂപമായിരിക്കുന്ന ജഗത്തിന്റെ സൃഷ്ടിക്ക് മൂല കാരണമായിരിക്കുന്ന ആ ബീജങ്ങളെ മുണ്ടമാല രൂപത്തിൽ മാതൃക അക്ഷര സ്വരൂപിണിയായിരിക്കുന്ന ആ വർണ്ണമാല ധരിച്ചുകൊണ്ട് ദേവി നിൽക്കുകയാണ്. ദേവി മുണ്ടമാലാധാരിണി എന്നറിയപ്പെടുന്നു. ആ നാമം വരാൻ കാരണം അതാണ്. ഇനി മഹാകാശത്തിന് 4 ഭുജങ്ങളാണ് ഉള്ളത്. മഹാകാശം, ഘടാകാശം. നമ്മുടെ ഉള്ളിലുള്ള സ്പേസിനെ നമ്മൾ ഘടാകാശം എന്ന് പറയണു. ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ടോട്ടാലിറ്റിയിൽ നമ്മൾ മഹാകാശം എന്ന് പറയുന്നു അല്ലെ? ആ മഹാകാശത്തിന് 4 ഭുജങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. ആ ഭുജങ്ങള് അഥവാ ഭുജങ്ങളെ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ദേവിക്ക്
ചതുർഭുജ എന്നുള്ള നാമം. അതായത് ദേവി മഹാകാശ സ്വരൂപിണിയാണ്. ആ ആകാശത്തിൽ നിന്ന് മൂലരൂപമായിട്ടാണ് വായു, അഗ്നി, അപ്പ, പൃഥ്വി എന്നിവ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ 4 മഹാഭൂതങ്ങള്, പഞ്ചമഹാഭൂതങ്ങളിലെ 4 ആകാശം എന്ന് പറയുന്നതിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലെ. ആകാശത്തിൽ നിന്ന് വായു, വായോരഗ്നി, അഗ്നിയോരാപഹ, ആപഹ പൃഥ്വി. അങ്ങനെ 5 ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന, ആദ്യം 1-ൽ നിന്ന് 5ആയിട്ട് ഈ വർണ്ണ പ്രപഞ്ചം ഉണ്ടാകുന്ന ആ ഒരു എവിടുന്നാണ്? ഈ മഹാകാശത്തിൽ നിന്നാണ്. അപ്പൊ ദേവിയുടെ 4 കരങ്ങൾ, കർമ്മം ചെയ്യുന്നതാണ് കരങ്ങൾ. അപ്പൊ ദേവിയുടെ കരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 4 കരങ്ങള് ഈ 4 മഹാഭൂതങ്ങളാണ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് സൃഷ്ടപ്രപഞ്ചം, ഈ പഞ്ചീകൃതമായിരിക്കുന്ന മൂലസ്വരൂപമായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ നിന്ന് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, അവിടെ നിന്ന് പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, പഞ്ചപ്രാണനുകള്, ഉപപ്രാണനുകള്, മനസ്സ്, പ്രാണൻ, ബുദ്ധി തുടങ്ങി എല്ലാം ഈ പ്രപഞ്ചത്തെ നിലനിർത്തേണ്ട എല്ലാം വരുന്നു. അപ്പൊ ദേവിയുടെ മഹാകാശത്തിന്റെ 4 ഭുജങ്ങളായിട്ട് 4 എന്താ പറയാ, അതുകൊണ്ട് ദേവിക്ക് ചതുർഭുജ എന്ന് പേര്. വേ ധരിച്ചവളം. അപ്പൊ ആ നാമം ചതുർഭുജ എന്ന് പറഞ്ഞാല് നമ്മള് സാധാരണ കാണുന്ന മറ്റ് ദേവിമാരുടെ 4 കൈകൾ പോലെ അല്ല അമ്മയുടേത്. അമ്മയുടെ 4 കൈകള് ഈ പറയുന്ന പഞ്ചഭൂതങ്ങളായിരിക്കുന്ന 4 മഹാഭൂതങ്ങളാണ്. ഈ കാളി സ്വരൂപം എന്ന് പറയുന്നത് തത്വജ്ഞരായിരിക്കുന്ന ആചാര്യന്മാർ വിസ്തരിച്ചിരിക്കുന്നതാണ്. കാരണം ഇതെല്ലാം തത്വങ്ങളാണ്. കാളിയെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇതിലെല്ലാം തന്നെ പല പല ഗൂഢാർത്ഥങ്ങളും ഒളിഞ്ഞിരിക്കുന്നു. കാളി എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതിയാണ് അല്ലെ. അപ്പൊ ഈ വിശ്വത്തിന്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയാത്മക രൂപമായിരിക്കുന്ന ക്രിയകളുടെ സഞ്ചാലനം ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന ഈ മഹാശക്തിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വിശ്വത്തിന്റെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ആരാ? ഈ മഹാകാളിയാണ്. അപ്പൊ കാലത്തിന്റെ അതിദേവതയാണ് ദേവി. ഈ ദേവിയാണെങ്കിൽ ദശഭാവത്തിലാണ് കാണപ്പെടുന്നത്. അതിനെയാണ് നമ്മള് ദശമഹാവിദ്യകൾ എന്ന് വിളിക്കുന്നത്. നവവിദ്യകൾ, ആ 9 വിദ്യകള് ക്രിയാത്മകങ്ങളാണ്. ദേവിയാകട്ടെ ഈ ക്രിയയ്ക്ക് ആധാരഭൂതമായിട്ടിരിക്കുന്നതാണ്. കാരണം ദേവി ഉള്ളത് കൊണ്ടാണ് ഈ 10 വിദ്യകളില് 9 വിദ്യകൾ വരുന്ന. 10ാമത്തെ കാളിയാണ്. അപ്പൊ ഈ ക്രിയാധാരണിയായിരിക്കുന്ന മഹാശക്തിയാണ് നമ്മളെ കാളിക എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഉൽപ്പത്തി, സ്ഥിതി, ലയങ്ങളായിരിക്കുന്ന പ്രത്യേക ക്രിയകൾക്ക് 3 ഭാഗങ്ങളാണുള്ളത്. അത് ആദിമധ്യാന്ത രൂപങ്ങളാണ്. ഇതിൽ 9 ഭാഗങ്ങളായിട്ടാണ് ക്രിയകള് സംഭവിക്കുന്നത്. അപ്പൊ ഉൽപ്പത്തി എന്ന് പറഞ്ഞാല് രജോ ഗുണമാണല്ലേ, രജോ ഗുണാത്മികയാണ്. സ്ഥിതി എന്ന് പറഞ്ഞാലോ സത്വഗുണം, ആ സത്വഗുണാത്മികയായിട്ടാണ്. ലയക്രിയമാകട്ടെ തമോ ഗുണമാണ്. ഇങ്ങനെ 9 ക്രിയകളിലും ഈ സഞ്ചാലിക ആയതുകൊണ്ടാണ് ദേവിയെ 9 മഹാവിദ്യകളായിട്ട് പറയപ്പെടുന്നത്. ഈ 9 വിദ്യകളുടെയും അധിഷ്ഠാത്രിയാണ് കാളിക എന്ന് പറയുന്ന ഈ മഹാവിദ്യ. അപ്പൊ ഇതിലെ കാളി ഉപാസനയില് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. കാളി കാളി കലൗ കാളി നാന്യദേവ കലൗ യുഗേ കലൗ ജാഗർത്തി ഗോപാല കലൗ ജാഗർത്തി കാളിക. അപ്പൊ ഈ ദേവിയെ എന്താ പറയുന്നത്? ഈ കാളിയും കൃഷ്ണനും ഒന്നാണെന്നാണ് ഈ പറഞ്ഞു വരുന്നതെല്ലാം തന്നെ. അപ്പോ ദേവിയുടെ കാളിക, ഭൈരവി എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന എല്ലാം തന്നെ ത്രിപുര സുന്ദരി, മഹാവിദ്യയായിരിക്കുന്ന മാതങ്കി, ബഹളാമുഖി, ചിന്നമസ്ത, ത്വരിത, അന്നപൂർണ, വാഗ്വാദിനി, ആ ഒരു വിശാലാക്ഷി, താരിണി, ഭുവനേശ്വരി, ധൂമാവതി, ഭൈരവി, പ്രത്യങ്കര, ദുർഗ, ശാകംബരി എല്ലാം തന്നെ എന്താണ്? ഇതേ ആ ഒരു ആധാരമായിരിക്കുന്ന കാളികാ ശക്തിയിൽ നിന്ന് വന്നതാണ്. അപ്പോ ഈ ദേവി എവിടെയാണ് താമസിക്കുന്നത്, എവിടെയാണ് ദേവിയുടെ വാസസ്ഥലം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിലെ പിത്തോർഗഡ് എന്ന് പറയുന്ന ആ ഒരു ജനപദത്തിൽ ഉൾപ്പെടുന്ന പർവ്വതമാണ് മഹാകാളിയുടെ സ്ഥാനം. നമ്മള് ദേവി മഹാത്മ്യത്തിൽ എന്താ കണ്ടിരിക്കുന്നത്? കാളികേതി സമാഖ്യാത ഹിമാചല കൃതാശ്രയ സദൃഷ്ടാന്ത്വാം തതോ ദേവീം തൂഹീനാചല സംസ്ഥിതാം സ തത്ര ഗത്വായസ്ത്രാത്തെ ശൈലോദേശതിശോഭനെ എന്ന് നമ്മൾ കണ്ടു അല്ലെ ദേവി മഹാത്മ്യത്തില്. ഈ ശ്ലോകം കൊണ്ട് അമ്മ എവിടെയാ താമസിക്കുന്നത്, അമ്മയുടെ താമസ സ്ഥലം എവിടെയാണ്? ഹിമാലയ അന്തർഗതമായിരിക്കുന്ന പർവ്വതമാണ് ദേവിയുടെ സ്ഥാനം എന്ന് ഉറപ്പാക്കാൻ പറ്റും. അതുകൊണ്ടാണ് കാളിയുടെ സ്ഥാനം ഉത്തരാഖണ്ഡിലാണ്. പിത്തോർഗഡ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലമാണ് ദേവിയുടെ സ്ഥലം എന്ന് പറയണു. ലളിതാ പരമേശ്വരിയുടെ വാസസ്ഥാനം എവിടെയാ? ശ്രീപുരം അല്ലെ. അപ്പൊ ലളിത ഉപാഖ്യാനത്തിലാണ് അത് പറയുന്നത്. ഭുവനേശ്വരിയുടേത് എവിടെയാ? മണിദ്വീപം. അപ്പൊ ദേവി ഭാഗവതത്തിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന പോലെ മഹാകാളിയുടെ ദിവ്യ ലോകത്തെ കുറിച്ചുള്ള വർണ്ണന എല്ലാം തന്നെ ദേവി പുരാണത്തിൽ കാണാം. കാളികാദേവി എവിടെയാണ് വസിക്കുന്നത്? അപ്പോ
ദേവി പറയണു കാളികേതി സമാഖ്യാത ഹിമാചല കൃതാശ്രയ. ഹിമാചലത്തില് അവിടെയാണ് അമ്മ വസിക്കുന്നത്. അപ്പൊ മഹാകാളിയുടെ ദിവ്യ ലോകത്തെ കുറിച്ചുള്ള വർണ്ണനകൾ ദേവി പുരാണത്തിലും കാണാം. കാളികാ ദേവി സിംഹാരൂഢയായിട്ട് ദേവി ഭാഗവതം പറയുന്നുണ്ട്. ദേവി സിംഹാരൂഢയാണെന്നും എന്താ പറയാ കാളിയാവട്ടെ പ്രേതാസന രൂഢയാണെന്നും പറയുന്നുണ്ട്. കേരള തന്ത്രം അനുസരിച്ച് കാളി വേതാളത്തിന്റെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ വാഹനങ്ങളുടെ പുറത്ത് മാറി മാറി ദേവിയെ പറയുന്നുണ്ട്. സിംഹം പറയുന്നുണ്ട്, ശവം പറയുന്നുണ്ട്, വേതാളം പറയുന്നുണ്ട്. ഇല്ലേ? കാരണം എന്താ? അമ്മ താമസിയാണ്, ഉഗ്രമൂർത്തിയാണ്, ഈ പറയുന്ന സൃഷ്ടപ്രപഞ്ചത്തിന്റെ ആധാരമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇനി മഹാകാളി എന്ന് പറയുന്ന ദേവിയുടെ യോഗനിദ്ര അവതാരം എന്ന് പറഞ്ഞുകൊണ്ട് കാളി തന്നെ എത്ര രീതിയിൽ എത്ര ഭാവങ്ങളിലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളതാണ് അമ്മയുടെ യോഗനിദ്ര അവതാരം. ഇല്ലേ? ബ്രഹ്മാവിനെ സഹായിക്കാൻ മഹാകാളിയായിട്ട് ആവിർഭവിച്ച ജഗദംബിക. അത് മാർക്കണ്ഡേയ പുരാണാന്തർഗതമായിരിക്കുന്ന ദേവീ മഹാത്മ്യത്തിലെ പ്രഥമ ചരിത്രത്തിലാണ് പറയപ്പെട്ടിരിക്കുന്നത്. കൽപ്പാന്തത്തില് ലോകമെല്ലാം പ്രളയജലത്തിൽ ആമഗ്നമായിരുന്നുവെന്നും യോഗനിദ്രയിലാണ്ടിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്ന് മധുവെന്നും കൈടവനെന്നും രണ്ട് അസുരന്മാർ ഉത്ഭവിച്ചുവെന്നും ആ ഘോര അസുരന്മാര് മഹാവിഷ്ണുവിന്റെ നാഭീകമലത്തിൽ ഇരുന്നിരുന്ന ബ്രഹ്മദേവനെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും അസുരന്മാരുടെ പരാക്രമവും ഭഗവാന്റെ യോഗനിദ്രയും കണ്ട് വിഹ്വലനായിരിക്കുന്ന ബ്രഹ്മദേവൻ ഭഗവാനിൽ തന്നെ നിദ്രാരൂപത്തിൽ വർത്തിക്കുന്ന ഭഗവതിയെ സ്തുതിച്ചു. വളരെ വളരെ പ്രശസ്തമായിരിക്കുന്ന ബ്രഹ്മാവിന്റെ സ്തുതി ദേവി മഹാത്മ്യത്തില് ആദ്യത്തെ ചരിതത്തില് ആദ്യത്തെ സ്തുതി, ഏറ്റവും ഉയർന്ന സ്തുതി എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ സ്തുതിയാണ്. അല്ലെ? വിശ്വേശ്വരിയും ജഗദ്ധാത്രിയും സ്ഥിതി സംഹാരകാരിണിയും സൗമി നിദ്രാം ഭഗവതിയും വിഷ്ണുരതുല തേജസ ത്വം സ്വാഹ ത്വം സ്വധ ത്വം ഹി വഷട്കാരോ സ്വരാത്മിക സുധാ ത്വം അക്ഷരേ നിത്യേ ത്രിധാമ മാത്രാത്മിക സ്ഥിത. അർത്ഥമാത്ര സ്ഥിതാനിത്യ ആയാനുചര്യ വിശേഷത ത്വമേവ സന്ധ്യാ സാവിത്രിയും ത്വം ദേവി ജനനീ പര. ത്വയ്യൈധ്യാര്യതേത് സർവം ത്വയ്യൈതത് സൃജ്യതേ ജഗത് ത്വയ്യൈതത് പാല്യതേ ദേവി ത്വം അപ്യന്ത സി സർവദാ. അപ്പോ ആ ബ്രഹ്മാവിന്റെ സ്തുതി എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ് എന്താണ് ദേവി എന്ന് പൂർണ്ണമായിട്ട് കാണിച്ചു തരികയാണ്. ആ സ്തുതി വായിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്തുതിയേക്കാളും എത്രയോ ഉയർന്നതാണെന്ന് പറയാറുണ്ട്. അല്ലെ? അവിടെ ദേവിയെ കാളരാത്രൻ മഹാരാത്രൻ മോഹരാത്രിശ്ച ദാരുണ എല്ലാം പറയുന്നുണ്ട്. ത്വം ശ്രീത്വം ത്വം ഹ്രീത്വം ബുദ്ധിർ ബോധലക്ഷണ ലജ്ജ പുഷ്ടിസ്തത തുഷ്ടിത്വം ശാന്തി ക്ഷാന്തിരേവച ഖഡ്ഗിനി ശൂലിനി ഘോര ഗദിനി ചക്രണി തഥാ ശങ്കിനി ചാപിനി ബാണ ഭൂഷുണ്ഡി പരികായുധ സൗമ്യ സൗമ്യതരാശേഷ സൗമ്യേ പ്രസ്തതി സുന്ദരി പരാപരാണാം പരമ ത്വമേവ പരമേശ്വരി. അല്ലയോ ദേവി, ബ്രഹ്മദേവൻ സ്തുതിച്ചാണ്, ഹേ ദേവി, അവിടുന്ന് മധുകൈടവന്മാരെ മോഹിപ്പിച്ചാലും ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട താമസിയായിരിക്കുന്ന ദേവി മധുകൈടവന്മാരെ നിഗ്രഹിക്കാനായിട്ട് മഹാവിഷ്ണുവിനെ ഉണർത്താനായിട്ട് ഭഗവാന്റെ നേത്രം, മുഖം, മൂക്ക്, കരങ്ങള്, ഹൃദയം, മാറിടം എന്നിവയിൽ നിന്ന് അവതരിച്ച് ബ്രഹ്മദേവന് മുമ്പിൽ നിന്നു എന്നാ പറയുന്നത്. അപ്പൊ നിദ്ര വിട്ട് എഴുന്നേറ്റ വിഷ്ണു എന്ത് ചെയ്തു? ബ്രഹ്മാവിനെ വധിക്കാൻ ഒരുമിട്ടിരിക്കുന്ന മധുകൈടവന്മാരെ കാണുകയും 5000 വർഷങ്ങള് വിഷ്ണുവും മധുകൈടവന്മാരും തമ്മിൽ യുദ്ധം നടന്നുവെന്നും ഒടുവിൽ ദേവിയുടെ മായയാൽ വിമോഹിതരായിരിക്കുന്ന മധുകൈടവന്മാര് തങ്ങളിൽ നിന്ന് വരം നേടിക്കൊള്ളുക എന്ന് വിഷ്ണുവിനോട് പറയുകയാണ്. അവരെ വധിക്കാൻ കഴിയണമെന്നായിരുന്നു വിഷ്ണു ആവശ്യപ്പെട്ട വരം. അങ്ങനെ വിഷ്ണു ഭഗവാൻ മധുകൈടവന്മാരിൽ നിന്ന് വരം വാങ്ങുകയും അവരുടെ അഭ്യർത്ഥന അനുസരിച്ച് തന്റെ തുടയിൽ വെച്ച് സുദർശന ചക്രം കൊണ്ട് അവരുടെ ശിരസ് ഖണ്ഡിച്ച് വധിക്കുകയും ചെയ്തു. അസുരന്മാരുടെ മേധസ് ഭൂമിയായിട്ട് രൂപം പ്രാപിച്ചു. അതുകൊണ്ട് ഭൂമിക്ക് എന്ത് പേര് വന്നു? മേദിനി. അപ്പൊ സപ്തശതി ന്യാസത്തില് ഈ പറഞ്ഞ മഹാകാളിയുടെ ധ്യാനം പറയുന്നുണ്ട്. മഹാകാളിയുടെ ധ്യാനം നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ എന്താ പറയാ, ദേവി മഹാത്മ്യത്തിൽ സ്ഥിരം വായിക്കാറുള്ളതാണ്. ചിലർ സ്ഥിരം ചൊല്ലാറുണ്ട്. ഖഡ്ഗം ചക്രഗതേഷു ചാപപരിഹാൻ ശൂലം ഭുഷുണ്ടീം ശിരഹ ശംഖം സന്തദധീം കരസ്തൃനയനാം സർവാംഗഭൂഷാവൃതം നീലാശ്മദ്യുതി മാസ്യ പാദദശകാം സേവേ മഹാകാളികാം യാമസ്തൗ സ്വപിതേ ഹരൗ കമലജോ ഹന്തും മധും കൈടപം. അമ്മ എങ്ങനെയാ വന്നത്? അമ്മയുടെ ആ ആവിർഭാവം എങ്ങനെയാണ്? ഖഡ്ഗം, ചക്രം, ഗദ, ചാപം, പരിഖം, ശൂലം, ഭുഷുണ്ടി, ശിരസ്, ശംഖ് തുടങ്ങിയ 10 ഭുജങ്ങളില് 10 ആയുധങ്ങളോടുകൂടി 3 കണ്ണുകളും സർവാംഗ ഭൂഷണങ്ങളോടുകൂടിയും ഇന്ദ്രനീല സമപ്രഭയോടും കൂടി 10 ശിരസുകളോടും 10 പാദങ്ങളോട് കൂടിയവളും ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ടവളുമായി ആ ദേവി വിഷ്ണുവിനെ ഉണർത്തി മധുകൈടവന്മാരെ നിഗ്രഹിച്ചു.
ആ മഹാകാളിയെ സേവിക്കുന്നു എന്ന് മഹാകാളി ധ്യാനം പറയുന്നു. അപ്പൊ മഹാകാളിയുടെ യോഗനിദ്ര അവതാരത്തെ കുറിച്ച് എന്താ പറയാ, ആ ഒരു എന്താ പറയാ വളരെ വിശദമായിട്ട് ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. മധുകൈടഭ വധത്തിന് വേണ്ടി ബ്രഹ്മദേവനാൽ ചെയ്യപ്പെട്ട സ്തുതി, അതാണ് കാരണമായിട്ട് നാരായണനെ ഉണർത്തുന്നത്. അപ്പൊ സർവവിദ്യ അധിഷ്ഠാത്രിയായിരിക്കുന്ന ജഗത് ജനനി ആ ഒരു ഫാൽഗുന ശുക്ല ദ്വാദശിയില് ത്രൈലോക്യ മോഹന ശക്തി രൂപിണിയായിട്ട് ഉത്ഭവിക്കുകയും മഹാകാളി എന്നുള്ള പേരിൽ ഈ പ്രപഞ്ചത്തിൽ അറിയപ്പെടുകയും ചെയ്തു. ബ്രഹ്മദേവനെ സമാശ്വസിപ്പിച്ച മഹാമായായിട്ടുള്ള ദേവി വിഷ്ണുവിനെ ഉണർത്തി വിഷ്ണു മധുകൈടവന്മാരെ വധിക്കുകയും ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് ഈ മഹാകാളിയുടെ പല പല എന്താ പറയാ ആവിർഭൂതം ദേവി എങ്ങനെയാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഒന്ന് പ്രളയകാലത്ത്, ഒന്ന് ഇങ്ങനെ എന്താ പറയാ ദേവി മഹാത്മ്യത്തിൽ പറയുന്ന ദേവിയുടെ ആവിർഭാവം. ഇനിയിപ്പോ അടുത്ത രൂപം എന്താണെന്ന് ചോദിച്ചാൽ ശിവനെ ചവിട്ടി നിൽക്കുന്ന കാളി രൂപം, ദക്ഷിണ കാളിക രൂപം. നമ്മൾ അതെങ്ങനെയാ കാണുന്നത്? നിശ്ചേതനായി കിടക്കുന്ന ശിവനെ ചവിട്ടി നിൽക്കുന്ന രൂപത്തിലാണ് ചിലയിടത്ത് ദക്ഷിണ കാളിയെ ചിത്രീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ചിത്രീകരണം എന്താണെന്ന് നമ്മൾ അറിയണം. കാരണം സംഹാരകനായിരിക്കുന്ന മഹാകാലൻ സമസ്ത പ്രപഞ്ചത്തെയും സംഹരിച്ച് നിശ്ചേതനായിട്ട് കിടക്കുക. അദ്ദേഹത്തിന് പിന്നെ കർമ്മങ്ങളൊന്നുമില്ല അല്ലെ, അദ്ദേഹം ശവത്തെ പോലെ കിടക്കുകയാണ്. അപ്പോ സർവ്വതിനെയും സംഹരിച്ചത് കൊണ്ട് ബ്രഹ്മാണ്ടം എന്തായിട്ട് തീർന്നു? മഹാശ്മശാനമായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ്. ആ മഹാശ്മശാനത്തിലെ നിശ്ചേതനായിട്ട് വർത്തിക്കുന്ന മഹാകാലന്റെ ഹൃദയത്തിൽ നിന്നും അടുത്ത സൃഷ്ടിക്ക് വേണ്ടി ചലനാത്മകമായിരിക്കുന്ന ആ ഒരു ശക്തി, ആ എന്ത് രൂപത്തിൽ ആ കാലസംഘർഷിണിയും ആ കലൈനക വിധായിനിയുമായിരിക്കുന്ന മഹാകാളി പ്രാദുർഭവിക്കുന്നു. അമ്മ അവിടുന്ന് വരികയാണ്. കാര്യം ഈ ചവിട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലിരുന്ന ആള് പുറത്തേക്ക് വന്നു എന്നർത്ഥം. അപ്പോ കലനൈക വിധായിനി, കാലത്തെ കലിക്കാൻ ഇല്ലാതാക്കാൻ കഴിവുള്ളവളാണ് കാലസംഘർഷിണി. അപ്പൊ ദേവി പുറത്തു വരികയാണ്. അപ്പൊ ഭഗവാൻ എന്താ? ശിവൻ ഒരു ശവത്തെ പോലെ മഹാശ്മശാനത്തിൽ ശയിക്കുന്നു. ഒരു സൃഷ്ടിയും ഇല്ലാതിരുന്ന ഈ ജഗത്തിലെ വീണ്ടും സൃഷ്ടി തുടങ്ങണമെന്ന ആഗ്രഹത്തോടു കൂടി ആരാണ്? ആ ദേവി തന്നെ പുറത്തേക്ക് വരുന്നത്. എപ്പോഴും അമ്മയാണ്, പ്രകൃതിയാണ് അല്ലേ സൃഷ്ടിക്ക് കാരണമായിട്ടിരിക്കുന്നത്. അപ്പോ സാക്ഷാൽ പരമാത്മാവാണ് പുരുഷൻ. പുരുഷനിൽ നിന്ന് സ്ത്രീ രൂപിണിയായിരിക്കുന്ന പ്രകൃതി രൂപം കൊള്ളുന്നു. അപ്പൊ പ്രകൃതി പുരുഷ സംയോഗത്താല് ആ പ്രപഞ്ച സൃഷ്ടി ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാല് പ്രകൃഷ്ടാർത്ഥകം, കൃതി എന്ന് പറഞ്ഞാല് സൃഷ്ടിവാചകം, അതായത് കർമ്മം. അപ്പൊ പ്രകൃതി പദത്തിന് സൃഷ്ടിക്ക് മുഖ്യമായത് എന്നർത്ഥം. അപ്പൊ എന്ന് പറഞ്ഞാൽ ശുദ്ധ സത്വത്തിന്റെയും കൃ എന്ന് പറഞ്ഞാൽ രജസിന്റെയും എന്ന് പറഞ്ഞാൽ തമസിനെയും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ പ്രകൃതി എന്ന് പറഞ്ഞാല് സത്വ രജസ് തമോ ഗുണങ്ങളോട് കൂടിയതാണ് എന്ന് പറയുന്നു. അങ്ങനെ പ്രകൃതിക്ക് ഈ 3 ഗുണങ്ങൾ ചേർന്ന ത്രിഗുണാത്മികമായിരിക്കുന്ന ശക്തിയോട് കലർന്നു നിൽക്കുന്ന പ്രധാന സൃഷ്ടികർത്തിയാണ് ആര്? ഈ മഹാകാളി. കാരണം ഈ എന്നുള്ള ശബ്ദത്തിന് മുൻപുള്ളത് എന്നൊരു അർത്ഥമുണ്ട്. കൃതി എന്ന് പറഞ്ഞാല് ശബ്ദത്തിന് സൃഷ്ടി എന്ന അർത്ഥമുണ്ട്. അപ്പൊ പ്രകൃതി എന്ന് പറഞ്ഞാല് സൃഷ്ടിക്ക് മുൻപുള്ളതെന്നും അർത്ഥമുണ്ട്. ഈ സൃഷ്ടിക്ക് മുൻപ് ഈ പ്രകൃതി പരമാത്മാവിനോട് ചേർന്നിരുന്നു. കാരണം ഇത് പെട്ടെന്ന് സൃഷ്ടിച്ചപ്പോ ഉണ്ടായതല്ല, ആരും ഉണ്ടാക്കിയതല്ല, ഇത് ഉണ്ടായിരുന്നു. ഇതൊരിക്കലും നാശം വന്നിട്ടില്ല എന്നർത്ഥം. സൃഷ്ടിക്ക് മുമ്പ് ഈ പ്രകൃതി പരമാത്മാവിനോട് കലർന്ന അഭേദമായ ചിച്ചക്തിയായിട്ട് ശിവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ പുറത്തു വന്ന ദേവി എന്താണ്? സൃഷ്ടിക്ക് വേണ്ടി ഉദ്യമിക്കുകയാണ്. ഈ ചിച്ചക്തിയുടെ ആ വലത്തെ പകുതി പുരുഷനായും ഇടത്തെ പകുതി സ്ത്രീയായിട്ടും പ്രകൃതിയായിട്ടും പരിണമിക്കുന്നു. ഏത് കാല? ദക്ഷിണ കാളി, ദക്ഷിണ പാദമാണ് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ പുറത്തേക്ക് വരുമ്പോ എന്താണ്? വലത് ഭാഗം ശിവനായിട്ടും അല്ലെങ്കിൽ ഇടത് ഭാഗം ശക്തിയായിട്ടും, അല്ലെങ്കിൽ വലത് പുരുഷനായിട്ടും ഇടത് ഭാഗം സ്ത്രീ എന്നാണ് പറയുന്നത്. അപ്പൊ പ്രകൃതിയും പുരുഷനും ഒന്നാണ് എന്ന് അറിയുന്ന യോഗീശ്വരന്മാർ എന്താ പറയുന്നത്? അഗ്നിയും ചൂടും പോലെ അഭേദമാണ്. ശിവനെയും ശക്തിയും നമുക്ക് ഒരിക്കലും പിരിക്കാൻ പറ്റില്ല. കാരണം ബ്രഹ്മമയം, സകലതും ബ്രഹ്മമയമാണ്. അതുകൊണ്ട് എന്താണ്? ദേവി ശിവന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നെങ്കിലും ദേവിയുടെ ഉള്ളിലും 2 തത്വങ്ങളുണ്ട്. എന്താ? പ്രകൃതിയും പുരുഷനും സ്ത്രീയും അല്ലെ. അങ്ങനെ ജലം മുതലായിട്ടുള്ള പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഭൂമിയിൽ ജീവികളെ സൃഷ്ടിച്ച പ്രകൃതി ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്ന് പറയുന്നു. അപ്പൊ പിന്നീട് ഔഷധികള്, മനുഷ്യരാശിയിലെ, മൃഗങ്ങളിൽ എന്ന് വേണ്ട എല്ലാ സ്ഥാവര ജംഗമങ്ങളായിരിക്കുന്ന എല്ലാ ഭൂതത്തിലും ആ ആത്മാവ് പ്രവേശിക്കുകയും ചെയ്തു. അതാണ് ഇന്ന് നമ്മൾ കാണപ്പെടുന്ന നാമരൂപ ജഗത്ത്. നമ്മളെ പ്രപഞ്ച സൃഷ്ടി എന്നൊക്കെ പറയുന്ന അതാണ്. ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത് ശിവനല്ല അല്ലെ. ശിവൻ സാക്ഷീഭൂതമായിരിക്കുന്ന ചൈതന്യം മാത്രമാണ്.
പ്രപഞ്ച സൃഷ്ടി നടത്തുന്ന ആരാണ്? പ്രകൃതിയാണ്, ദേവിയാണ്. അപ്പൊ സമസ്ത ചരാചരങ്ങളിലും പ്രകൃതിയിൽ നിന്നുണ്ടാവുകയാണ്. ഒടുവിൽ അത് പ്രകൃതിയിൽ തന്നെ വിലയം പ്രാപിക്കും എന്നുള്ള മഹാസത്യം. അപ്പൊ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിലെ സപ്തധാതുക്കളും ആ മനസ്സിന്റെ കോംപ്ലക്സ് അല്ലെ, മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എല്ലാം തന്നെ പഞ്ചപ്രാണനുകള് ഉപപ്രാണനുകൾ എല്ലാം പ്രകൃതിയാണ്. ഇതെല്ലാം ഇവിടെ ലയിക്കും. എന്താ ശരിക്കും ശാശ്വതമായിരിക്കുന്ന ശിവൻ എന്ന് പറയുന്ന ബോധമായിരിക്കുന്ന നമ്മുടെ ജീവൻ, അതിനെയാണ് ബീജം. അച്ഛനിൽ നിന്ന് വരുന്ന ആ ബീജം, നമ്മുടെ പിതാവ് ആരാണ്? അച്ഛൻ ആരാണ്? ശിവനാണ്. അതിൽ നിന്ന് വന്ന ആ ബീജം മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. ഈ നാമരൂപങ്ങളായിട്ട് കാണപ്പെടുന്ന പ്രകൃതി എന്ന് പറയുന്നത് എല്ലാം തന്നെ ഒരു ദിവസം നശിച്ചു പോകും. നമ്മളിൽ ഈ കാണുന്ന ശരീരം എന്ന് പറയുന്ന പ്രകൃതി ഇല്ലാതാവുന്നതിനെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ശരീരം ഇല്ലാതായതുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന പുരുഷൻ ഇല്ലാതാകുന്നില്ല, അത് വേറൊരു ശരീരം എടുക്കും. ന ജായതേ മ്രിയദേവ, മരിക്കുകയോ ജനിക്കുകയോ ചെയ്യുന്നില്ല. ആത്മാവ് വേറെ ശരീരത്തെ എടുക്കും. ഈ പ്രകൃതി ബ്രഹ്മത്തിന്റെ ശക്തി തന്നെയാണ്. ആ ശക്തിയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ദേവിയായിട്ട് നമ്മൾ ആരാധിക്കുന്നത് ഈ ശക്തിയാണ്. സൃഷ്ടി തുടങ്ങുവാൻ ആലോചിക്കുമ്പോൾ ഈ ശക്തി ബ്രഹ്മത്തിൽ നിന്ന് ആവിർഭവിച്ച് സൃഷ്ടി നടത്തുന്നു. ആ സൃഷ്ടിയെല്ലാം തന്നെ ആത്മാവിന്റെ രൂപത്തില് ബ്രഹ്മം പ്രവേശിക്കുന്നു, ശിവൻ പ്രവേശിക്കുന്നു. ഒരു നിലയില് ബ്രഹ്മം തന്നെയാണ് ഈ ജീവജഗത്തുക്കളായിട്ട് രൂപം പ്രാപിക്കുന്നത്. ഇപ്പൊ സ്വർണം നാമരൂപങ്ങളെ കൊണ്ട് പല ആഭരണങ്ങളായിട്ട് കാണുന്നു അല്ലെ, എല്ലാം ഉരുക്കി കഴിഞ്ഞാല് സ്വർണ്ണമാണ്. അതുപോലെ ബ്രഹ്മം മായാകാര്യങ്ങളായിരിക്കുന്ന നാമരൂപങ്ങളെ കൊണ്ട് വിവിധ രൂപങ്ങളിൽ കാണപ്പെടുന്നു. ശരിക്കും പറഞ്ഞാല് ആഭരണങ്ങള് സ്വർണത്തെ വേർതിരിക്കാൻ സാധിക്കാത്ത പോലെ ബ്രഹ്മത്തെയും പ്രപഞ്ചത്തെയും ഒരിക്കലും വേർതിരിക്കാൻ സാധ്യമല്ല. ഇതൊക്കെ നമുക്ക് അറിഞ്ഞു വെക്കാന്നുള്ളതേ ഉള്ളൂ. കാരണം മരണം നമുക്കൊരു ദുഃഖത്തിന് ഇടതരാതിരിക്കാൻ ഈ സത്യങ്ങളെ, ഈ ജ്ഞാനം നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ ഒന്നും ഇല്ലാതാകുന്നതിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. എന്തിനാ ഇതൊക്കെ അറിയുന്നേ? ഈ കാളിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും മഹാകാലനെ കുറിച്ചും ശ്മശാനത്തെ കുറിച്ചും നമ്മൾ അറിയേണ്ടതാ. ഇതിനെയാണ് ശ്മശാന വൈരാഗ്യം. ഓരോ ജീവനും പോയി കഴിയുമ്പോൾ നമ്മുടെ ജഡവസ്തു, നമ്മുടെ അച്ഛന്റെ അമ്മയുടെയൊക്കെ ശരീരം ശ്മശാനത്ത് കൊണ്ടുപോയി കത്തിച്ചു കളയുന്നു. ഒരു കുടത്തിലാക്കി ഭസ്മമാക്കി നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വിതരണം ചെയ്യുന്നു, പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിക്കുന്നു. ഈ തത്വം അറിയാനാണ് കാളി തത്വത്തെ നമ്മൾ അറിയുന്നത്. നാളെ നമ്മുടെ ജഡശരീരം പോകുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടവരുടെ പോകുമ്പോൾ, അയ്യോ ഇത് മരിച്ചു പോയല്ലോ, ഇനി എനിക്കില്ലല്ലോ എന്നോർത്ത് വെറുതെ എന്താ പറയാ ബഹളം ഉണ്ടാക്കുകയോ കരയുകയോ വേണ്ട. ഇത് പ്രകൃതി നിയമമാണ്. ആ ജീവന് നാശമില്ല. ആ ജീവൻ വേറെ ശരീരത്തെ സ്വീകരിച്ച് ഈ കീറിയ ശരീരം വച്ചിരിക്കാൻ അതിന് ഇഷ്ടമല്ല. കാരണം കർമ്മം കഴിഞ്ഞു. എന്തിനാണോ പ്രകൃതിയിൽ വന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ആ ശരീരത്തെ ഉപേക്ഷിച്ച് വേറൊരു ശരീരം സ്വീകരിക്കും. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹു ധ്രുവം ജന്മ മൃതസ്യ ജ തസ്മാത് അപരിഹാര്യാർത്ഥേ കസ്ത്വം ശോചിതം അർഹസി. എന്തിനാണ് പരിഹരിക്കാൻ പറ്റാത്ത, നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ ഓർത്ത്? ഇത് പ്രകൃതി നിയമമാണ്. ഇതിനെ ഓർത്ത് എന്തിനാണ് അർജുന നീ വിലപിക്കുന്നത്? ഇത് ഈശ്വര കാര്യമാണ്. ഇവിടെ നമുക്ക് ഒരു റോളും ഇല്ല. നമ്മൾ വരുന്നു പോകുന്നു. ആ ഇരിക്കുന്ന സമയം ഈ തത്വങ്ങളൊക്കെ മനസ്സിലാക്കി ആവശ്യമില്ലാത്ത നശിച്ചു പോകുന്ന വസ്തുക്കളെ ഓർത്ത് ദുഃഖിക്കാതെ ആ ശാശ്വതമായിരിക്കുന്ന, ഇതിന്റെ കാതലായിരിക്കുന്ന, ഇതിന്റെ പ്രാണനായിരിക്കുന്ന, ഈ ശരീരത്തിൽ ജീവനായിരിക്കുന്ന ആ ബ്രഹ്മത്തെ, ആ ശിവപദത്തെ എത്തിച്ചേരാൻ ഈ അമ്മയ്ക്കല്ലാതെ ആർക്കും പറ്റില്ല. നമ്മളെ ഓരോ ജീവനെയും അവിടെ എത്തിക്കുന്ന ദേവിയാണ്. അപ്പൊ മഹാകാലനെ ചവിട്ടി നിൽക്കുകയല്ല ദേവി അവിടെ. ദേവിയെന്നും മഹാകാലനെന്നും ഉള്ളത് എന്താ പറയാ, സൃഷ്ടി അർത്ഥമായിട്ട് ലീലാരൂപിണിയായിട്ട് ബഹിർഗമിക്കുകയാണ്, പുറത്തേക്ക് വന്ന് നിൽക്കുക അവിടെ. കാരണം വലതു ഭാഗം ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ, അത് ശിവനാണ് എന്ന് കാണിക്കുക. കിടക്കുന്ന ആള് ശിവൻ. ആ വലതു ഭാഗം ഞാനിതാ പുറത്തേക്ക് വന്നു, ഭൂമിയിലേക്ക് ചവിട്ടി ഇടതുകാല്. ദേവി ഭോഗമായിട്ട് തരുമ്പോ ദേവി ലളിതാ ത്രിപുര സുന്ദരി ഇടതുകാല താഴെ കുത്തി നിൽക്കുന്ന അല്ലെ. ഭോഗങ്ങള് യോഗമായിട്ടിരിക്കുമ്പോഴോ രണ്ട് കാലും മടക്കി വെച്ചിട്ടായിരിക്കുക. ദേവി കാലൊന്നും താഴെ വെക്കില്ല. ഇടത് കാല് വെക്കുമ്പോ അമ്മ ഭോഗസുഖങ്ങളെ കൊടുക്കുന്നു. വലത് കാല് കൊടുത്താല് വളരെ, കമലാംബിക മാത്രമേ ഉള്ളൂ വലത് കാല് താഴെ വെച്ചിരിക്കുന്നത്. അവര് മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർ മാത്രമേ വലത് കാല് പിടിക്കുള്ളൂ. കാരണം എന്താ, അത് ശിവഭാവമാണ്. പിന്നെ ജന്മങ്ങളില്ല. ആ ജന്മ മൃത്യു ജരാ വ്യാധികളിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന മോചനത്തെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ കാല്, ശിവന്റെ കാലാണെങ്കിൽ എന്താ, അവിടെ പിന്നെ ജനനം ഇല്ല എന്നർത്ഥം. ശ്മശാനത്തിലിരിക്കുന്ന അദ്ദേഹത്തിന് എന്താ, വൈരാഗ്യമാണ്. ജനനമില്ല എന്ന് കാണിക്കുക, പിന്നെ ജന്മമില്ല. അപ്പൊ ദേവി പാദം ഹൃദയത്തില് മഹാകാശത്തില് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശിവന്റെ മഹാകാശമായിരിക്കുന്ന ശിവന്റെ പ്രാണനാണ് ദേവി.
ശിവന്റെ മനസ്സാണ് ദേവി, ശിവന്റെ ആത്മശക്തിയാണ് ദേവി. ആ ദേവി പുറത്തേക്ക് വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി എവിടെ നിന്നാണ് ഞാൻ വന്നത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. അമ്മ ദക്ഷിണകാളിയായിട്ട് തന്റെ വലതുപാദം ശിവന്റെ നെഞ്ചിൽ ചവിട്ടി നിന്ന് കാണിക്കുകയാണ്. ഇതാണ് ദേവി പുരാണത്തിൽ പറയുന്നത്. അപ്പോ ആരാണോ സ്വേച്ഛയാൽ ഈ ജഗത്തിന്റെ സൃഷ്ടി നിർവഹിക്കുകയും ജന്മമെടുത്ത ഭഗവാൻ ശിവനെ പതീരൂപത്തിൽ നേടുകയും ചെയ്തത് അല്ലെ, ഇതെല്ലാം ചെയ്യുന്ന ഒരേ ഒരാളാണ് ശക്തി ചെയ്തത്. ആരെയാണോ ശംഭു ഭഗവാൻ കഠിന തപസ്സിലൂടെ പത്നി രൂപത്തിൽ നേടിയെടുത്തത്, ആ പാദങ്ങൾ തന്റെ ഹൃദയത്തിൽ ധരിച്ചിരിക്കുകയാണ് ഭഗവാൻ. ആ ഭഗവതി ഞങ്ങളെ രക്ഷിക്കട്ടെ. അതാണ് ശരിക്കും പുരാണങ്ങളെല്ലാം പറയുന്നത്. അവിടെയാണ് മനോഹരമായിരിക്കുന്ന കാളി രൂപം ആവിർഭവിക്കുന്നത്. അവിടെയെല്ലാം എവിടെയാണോ കാളി രൂപം വരുന്നത് അവിടെ എല്ലാം താഴെ ശിവൻ കാണും. ശിവൻ ഇല്ലാതെ കാളിയില്ല. ആ ശവരൂപമായിട്ട് കിടക്കുന്ന ശിവനും അവിടെ ഉണ്ട്. ശവമായിട്ട് ശിവൻ കിടന്നെങ്കിലേ കാളി വരുള്ളൂ. കാരണം മകളായിട്ട് കണ്ഠേകാളിയായിട്ട് ജനിക്കുമ്പോൾ മാത്രമാണ് ഭദ്രകാളി എന്നുള്ള സങ്കല്പത്തില് മകളുടെ ഭാവത്തില് ഭഗവാൻ സതീ വിയോഗത്തിന്റെ സമയത്ത് ജടയെടുത്ത് അടിക്കുമ്പോൾ കാളി വരുന്നുണ്ട്, അത് ഭദ്രകാളി. അതുപോലെ കണ്ഠേകാളിയായിട്ട് ദാരുകനെ നിഗ്രഹിക്കാൻ വരുന്ന മകളുടെ സ്ഥാനമാണ്. അല്ലാതെ എവിടെയാണോ ഈ കാളിയുടെ പടം കാണുന്നത് ഇല്ലെങ്കിൽ കാളിയുടെ ദർശനം ഉണ്ടാവണം അവിടെ താഴെ ശിവൻ ഉണ്ടായിരിക്കും. ശിവൻ ഇല്ലാതെ കാളിയില്ല, ശിവൻ ഇല്ലാതെ ശക്തിയില്ല. അപ്പോ ഹൃദയത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാല് ശവവാഹന. അപ്പൊ ഈ ആവിർഭവിക്കുന്നത് എവിടെയോ അവിടെ ശിവന്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്ന് കാണിക്കാൻ ആ ഹൃദയത്തിലാണ് ദേവി നിലകൊണ്ടത്. ദേവി ശവവാഹന എന്ന് വിളിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. കാരണം ആ ഒരു മഹാഭാഗവതം പറയണു, എത്ര എത്ര തവേദം ഹി കാളീരൂപം മനോഹരം ആവിർഭവതി തത്രൈവ ശിവരൂപസ്യ മേ ഹൃദി. അമ്മ ഇങ്ങനെ ഒരു രൂപം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നാൽ കാളി ആ തവേദം ഹി കാളി രൂപം മനോഹരം, വളരെ മനോഹരമായിരിക്കുന്ന സിംബോളിക് എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. പ്രകൃതിയുടെ രൂപത്തിൽ നിൽക്കുകയാണ് അമ്മ. എങ്ങനെയാണ് ഈ പ്രകൃതി ഉണ്ടായത് കാണിച്ചു തരികയാണ് നമുക്ക്. ഈ കാളി രൂപം അത്ര മനോഹരമാണ് കാണുന്നവർക്ക്, ഇതറിയുന്നവർക്ക്. കാരണം ശവരൂപത്തിൽ കിടക്കുന്ന ശിവന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹത്തിന്റെ ഹൃദയമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രാണപ്രേയസിയായിരിക്കുന്ന ശക്തി പുറത്തു വന്നു. ആവിർഭവതി തത്രൈവ ശിവരൂപസ്യ മേഹൃതി. ആ ശിവരൂപത്തിന്റെ പുറത്ത് നിൽക്കുകയാണ് അമ്മ, എല്ലാരെയും കണ്ടുകൊണ്ട് അല്ലെ. സംസ്ഥാവ്യം ത്വയാ ലോകേ ഖ്യാത ശവവാഹന. ഈ രൂപത്തെ എന്താ അറിയപ്പെടുന്നത്? ശവവാഹന എന്നറിയപ്പെടുന്നു. ഭവിഷ്യസി മഹാകാളി പ്രസീത ജഗദംബികെ. അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഈ രൂപത്തെ ഇതിന്റെ തത്വാർത്ഥത്തെ ഉൾക്കൊണ്ടാല് ജനന മരണ ചക്രങ്ങളിൽ നിന്ന് നമുക്ക് മോചിതരാവാം. നമ്മൾ പറയുന്ന ദേവി മഹാത്മ്യത്തിലുണ്ടല്ലേ ശവവാഹന എന്നൊരു പേര്. നമ്മൾ വിചാരിക്കും ശവത്തെ വഹിച്ചുകൊണ്ട് പോകുന്ന, അങ്ങനെയൊന്നുമല്ല. ശവവാഹന എന്ന് പറഞ്ഞാൽ ശവമാകുന്ന ഈ പ്രകൃതി എല്ലാം ഇല്ലാതായി കഴിഞ്ഞ് അവസാനിക്കുന്ന എവിടെയാണോ അവസാനിക്കുന്നത് ആ മഹാതത്വത്തില്, ആ ശിവതത്വത്തിൽ നിന്ന് പുറത്തു വന്ന ദേവി. ഇനി ദാരുകവധം കഴിഞ്ഞ് ക്രൂദ്ധയായിട്ട് നർത്തനമാടിയ ഭദ്രകാളിയെ ശാന്തയാക്കാൻ ശിവൻ മാർഗമധ്യേ ശവരൂപിയായിട്ട് കടന്നുവെന്നും നൃത്തമാടിയ ശ്രീഭദ്രകാളി ശിവനെ അറിയാതെ ചവിട്ടിയത് കോപത്തെ വെടിഞ്ഞ് എന്താ പറയാ നാക്ക് പുറത്തിട്ടെന്നും അത് ഭയങ്കര ലജ്ജയായിട്ട് ദേവി തലകുനിച്ചു എന്നൊക്കെ കഥ. അപ്പൊ അച്ഛനെ ചവിട്ടി നിൽക്കുന്ന മകളാണ് ഭദ്രകാളി, അതുകൊണ്ട് ദേവിയെ വീട്ടിൽ വെച്ച് പൂജിക്കരുതെന്നൊക്കെ കുറെ നമ്മുടെ മതപ്രഭാഷകർ പറയാറുണ്ട്. അച്ഛനെ ചവിട്ടിയ മകളല്ലത്, അത് ഭർത്താവിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ഭാര്യയാണ്. മകളെ ചവിട്ടുന്ന നമ്മുടെ ഈ പറഞ്ഞ മതഭ്രാന്തന്മാരാണ് ഇങ്ങനെ ഓരോ കഥകൾ. ഭദ്രകാളിയെ വീട്ടിൽ വെച്ച് പൂജിക്കരുത്, നമ്മൾ ഭയം തരും. നമുക്ക് കണ്ട നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയാ നിസാരമായിട്ടുള്ള എന്തിനോടൊക്കെയാണോ നമ്മൾ ആലംബനം വെച്ചിരിക്കുന്ന, നമുക്ക് ശരീരത്തോടാണ് ഏറ്റവും വലിയ ബന്ധം, അതിനെ ഇല്ലാതാക്കുന്ന ശക്തിയെ നമ്മൾ ഭയപ്പെടും. നമുക്ക് ശരീരമാണ് ഏറ്റവും വലുതല്ലേ ഈ പ്രപഞ്ചത്തില്. നമുക്ക് ശരീരവും ശരീരത്തിനോടുള്ള ആ ഒരു ബന്ധവും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാണ്. നമുക്ക് അതിനെയൊന്നും കളയാൻ ഇഷ്ടമല്ല. പക്ഷെ അതെല്ലാം വെട്ടി കരിഞ്ഞുകൊണ്ട് ദേവി നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയം തോന്നും, അയ്യോ എന്റെ ശരീരം പോകുമോ. അല്ലാതെ ഈ രീതിയിൽ ദക്ഷിണാകാളി വളരെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഉയർന്ന തത്വമാണ്. അപ്പൊ അച്ഛനെ ചവിട്ടി നിൽക്കുന്ന അല്ല. ശരിക്കും പറഞ്ഞാല് ആ കഥ എങ്ങനെയാണെന്ന് പറഞ്ഞാല് ദേവി ദാരുകനെ വധിച്ചു കഴിഞ്ഞ് വളരെ കോപാകുലയായിട്ട് വരുമ്പോ ശിവൻ തന്റെ എന്താ പറയാ നന്ദികേശ്വരനോടും ഗണപതിയോടും കുട്ടികളായിട്ട് പോയി കിടക്കാനാ പറയുന്നത് വഴിയിൽ. അപ്പൊ കോപം അകറ്റാൻ ശിവന്റെ നിർദ്ദേശപ്രകാരമാണ് ഗണപതിയും നന്ദികേശ്വരൻ ബാലകന്മാരായിട്ട് കൈലാസത്തിന്റെ പ്രവേശന ദ്വാരത്തിൽ കിടന്നുവെന്നും
ആ കുഞ്ഞു ബാലകന്മാരെ കാണുമ്പോൾ കോപം വെടിഞ്ഞ് അമ്മയുടെ മാതൃത്വം ഉണർന്നുവെന്നും ദേവി അവിടെ സന്തോഷത്തോടെ ഈ 2 കുഞ്ഞുങ്ങളെയും എടുത്ത് മടിയിൽ കിടത്തി പാലൂട്ടി എന്നൊക്കെ ഭദ്രകാളി മഹാത്മ്യം പറയുന്നുണ്ട്. അല്ലാതെ എന്താ പറയാ, ശിവൻ ഭർത്താവായിരിക്കുന്ന ശിവൻ അല്ല വന്ന് കടന്നത്. നമ്മളത് മനസ്സിലാക്കണം. ഇനി എന്താണ് കാളിയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം? കാളി ഭഗവതിയുടെ അവതാരമാണ് ശ്രീകൃഷ്ണൻ എന്ന് ദേവീ പുരാണത്തില്, തന്ത്രശാസ്ത്ര ഗ്രന്ഥത്തിൽ എല്ലാം പറയുന്നുണ്ട്. അപ്പൊ സ്വയം ഭഗവതി കാളി, കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. സ്വയേച്ഛ ഭഗവാൻ കൃഷ്ണ കാളി രൂപോ ഭവേത് വ്രജേ. വ്രജത്തില് ഇതേ കാളി തന്നെയാണ് കൃഷ്ണനായിട്ട് വന്നതെന്ന് പറയുന്നു. അപ്പൊ ഇത് മുണ്ടമാല തന്ത്രത്തിൽ പറയുന്നുണ്ട്. ഭഗവതി തന്നെയാണ് കാളി കൃഷ്ണമൂർത്തിയായിട്ട് സമുദ്ഭവ. അപ്പൊ ഇത് ഇവര് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നാ പറയുന്നത്. കാളിക ഭഗവതി കൃഷ്ണനായിട്ട് അവതരിച്ചതിനെ കുറിച്ചുള്ള എന്താ പറയുക, ലീലകൾ ആടിയതിനെ കുറിച്ചെല്ലാം ദേവീ പുരാണം പറയുന്നുണ്ട്. അതില് 41 മുതൽ 58 അധ്യായം വരെ അതാണ് പറയുന്നത്. മഹാദേവന്റെ ആഗ്രഹപ്രകാരമാണ് ദേവി കൃഷ്ണനായിട്ട് അവതരിച്ചത്. ഒരിക്കല് കൈലാസത്തില് ശ്രീ പാർവതിയെ വീക്ഷിച്ച പരമേശ്വരൻ അവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സന്തോഷമായിട്ട് ഇരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഈ സ്ത്രീ ജന്മം എന്ന് പറയുന്നത് എത്ര മനോഹരമാണ് ദേവി, അല്ലെ? ആ അമ്മയെ കാണാൻ എന്ത് ഭംഗിയാണ്, വളരെ മനോഹരമായിട്ട് അത്യന്തം ശോഭനമായിട്ടിരിക്കുന്നല്ലോ എന്ന് ചിന്തിച്ചു. അപ്പൊ മഹാദേവൻ ദേവിയോട് പറഞ്ഞു, പരമേശാനി, അല്ലയോ ദേവി, പരമേശ്വര പത്നിയായിരിക്കുന്ന ദേവി, ഭഗവതിയുടെ കൃപയാല് എന്റെ മനോരഥങ്ങളെല്ലാം സാധിച്ചിട്ടുണ്ട് ഇതുവരെ. ഇനി എനിക്കൊരു ആഗ്രഹം കൂടിയുണ്ട്, അത് ദേവി കേൾക്കണം. എന്താണെന്ന് ചോദിച്ചപ്പോ പറയണ, ഭഗവതി ഭൂമിയിൽ പുരുഷ രൂപത്തിൽ അവതരിക്കണം, ഞാൻ സ്ത്രീ രൂപത്തിൽ അവതരിക്കണം. ശിവന് സ്ത്രീ രൂപത്തിൽ വരണം, ദേവി പുരുഷ രൂപത്തിൽ വരണം എന്ന് ശിവൻ പറയുകയാണ്. എപ്രകാരമാണോ ഞാൻ ഭഗവതിയുടെ പതിയായിട്ടിരിക്കുന്നത്, അതേ പ്രകാരം പുരുഷരൂപിയായിരിക്കുന്ന ഭഗവതിയുടെ പ്രാണപ്രിയനായിട്ട് ഞാൻ മാറുന്നതാണ്. എനിക്ക് അങ്ങനെ ഒന്ന് ആ റോള്, ഒരു സ്ത്രീയുടെ റോളും എനിക്ക് അഭിനയിക്കണം എന്ന് ഭഗവാൻ പറയുക. അപ്പൊ ഭക്തന്മാർക്ക് അഭീഷ്ടം നൽകുന്ന ദേവി ഈ ആഗ്രഹം പൂർത്തീകരിച്ചു തന്നാലും എന്ന് ശിവൻ ദേവിയോട് പറയുകയാണ്. ദേവി പറഞ്ഞു, കൊള്ളാം, മഹാദേവന്റെ അഭ്യർത്ഥനയല്ലേ, ദേവിക്ക് അത് പൂർത്തീകരിക്കാതിരിക്കാൻ പറ്റില്ല. അമ്മ പറഞ്ഞു, ശരി, തീർച്ചയായിട്ടും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ദേവി ഭൂമിയില് വസുദേവ പുത്രനായിട്ട് അവതരിച്ചു. വൃഷഭാനുവിന്റെ പുത്രിയായിട്ട്, രാധയായിട്ട്, തന്റെ അഷ്ടമൂർത്തികളില് രുക്മിണി, സത്യഭാമ, ജാമ്പവതി തുടങ്ങി 8 രൂപങ്ങളെ സ്വീകരിച്ച മഹാദേവനും ഭൂമിയിൽ വന്നു. ശിവന്റെ അവതാരങ്ങള്, ശിവൻ അഷ്ടമൂർത്തിയാണ്, ഇല്ലേ? അവരാരൊക്കെയാ? എന്താ, രാധ, എന്താ പറയാ, ജാമ്പവതി, സത്യഭാമ, ഇതെല്ലാം തന്നെ മഹാദേവന്റെ രൂപങ്ങളാണ്. മഹാദേവനും ഭൂമിയിൽ വന്നു. ദേവിയുടെ തോഴിമാരായിരിക്കുന്ന ജയ, വിജയ, ശ്രീ എന്താ പറയാ, വസുധാമനായിട്ട് തോഴിമാരായിട്ടിരിക്കുന്ന ജയയും വിജയും ശ്രീധാമയും വസുധാമയായിട്ട് ജനിച്ചുവെന്നും ദേവി സഹോദരനായിരിക്കുന്ന മഹാവിഷ്ണു ബലരാമനായിട്ടും അർജുനനായിട്ടും അവതരിച്ചുവെന്നും കംസന്റെ കാരാഗൃഹത്തിലെ വസുദേവ ദേവകി പുത്രനായിട്ട് കാളി തന്റെ യഥാർത്ഥ സ്വരൂപം അവർക്ക് കാണിച്ചു. ജനിച്ച ഉടനെ തന്നെ കാളി സ്വരൂപം വസുദേവർക്കും ദേവകിക്കും കാരാഗൃഹത്തിൽ കാണിച്ചു കൊടുത്തു. തന്റെ സ്വസ്വരൂപം കാണിച്ചുവെന്നും അത് കണ്ടിട്ട് എന്താണ് സ്വസ്വരൂപം? ദശഭുജിയായിട്ട് 10 ഭുജങ്ങളോടുകൂടി സൗമ്യയായിട്ട് സുന്ദര രൂപത്തില് കാണിച്ചു കൊടുത്തു എന്നാണ്. പ്രാദുർഭവിച്ച മഹാകാളിയെ വസുദേവര് സ്തുതിച്ച സ്തുതി വരെയുണ്ട്. കാരണം അവരങ്ങനെ ആദ്യം കാളി താൻ ആരാണെന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് ബാലക രൂപം സ്വീകരിച്ച് കൃഷ്ണനായത്. അപ്പൊ കൃഷ്ണാവതാര ലീലകളാടി ഒടുവില് സ്വസ്ഥാനം പ്രാപിച്ചു, അല്ലെ? കൽപ്പാന്തരത്തില് ദ്വാപരയുഗത്തിലെ മഹാവിഷ്ണു ശ്രീകൃഷ്ണ രൂപത്തില് പൂർണ്ണ അംശത്തോടുകൂടി അവതരിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇനി കാളികാ പുരാണത്തിലെ കാളി ആരാണ്? കാളികാ പുരാണത്തിലെ കാളി പരാശക്തിയുടെ പൂർണ്ണ ഭാവമാണ്. സതിയായിട്ടും പാർവതിയായിട്ടും അവതരിച്ചു. ദേവി മറ്റൊരു നാമമാണ്. ദേവിയുടെ മറ്റൊരു നാമം തന്നെയാണ് ഇതില് കാളി എന്ന് പറയുന്നത്. കാരണം കാളി സ്തുതികളെല്ലാം അപ്രകാരമാണ്. മുനിമാര് ചെന്ന് മഹാദേവന് വേണ്ടി ഹിമവാനോട് കന്യകയെ അഭ്യർത്ഥിക്കുന്ന എന്താ? ഈ കാളിയായിരിക്കുന്ന ദേവിയെ ഞങ്ങളുടെ മഹാദേവന് തരൂ എന്നാണ്. അപ്പോ ഈ യോഗനിദ്രയും മഹാമായയും ജഗത് പ്രസവിത്രിയുമായിരിക്കുന്ന കാളി ആരാണ്? ഈ ദക്ഷപുത്രിയായിരിക്കുന്ന സാക്ഷാൽ ദാക്ഷായണി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ ആരായിട്ട്? ഗിരികന്യകയായി, അല്ലെ? ഹിമവാന്റെ പുത്രിയായി. അപ്പൊ കാളി സ്വയം മഹാദേവനെ മോഹിപ്പിക്കാൻ സമർത്ഥയാണ്. കാരണം എപ്പോഴും ഭഗവാന് വേണ്ടി എത്ര വർഷം തപസ് ചെയ്യാനും ദേവിക്ക് മടിയില്ല. അപ്പൊ ഹരനെ നേടാൻ ഉഗ്ര തപം ചെയ്യും. അങ്ങനെ എത്രയോ തപസ്സുകൾ നമ്മൾ കണ്ടിരിക്കുന്നു. ഏത് തപസ്സിന്റെ അന്ത്യത്തിലും ശിവനെ നേടിയിട്ടുണ്ട്.
അപ്പൊ ഈ കാളികാ പുരാണത്തിലെ കാളി എങ്ങനെയെന്ന് വെച്ചാൽ ഒരിക്കലും ഉർവശി ആദി അപ്സരസുകള് ശിവനും പാർവതിയും കൂടെ വളരെ സന്തോഷമായിട്ട് കൈലാസത്തിൽ ഇരിക്കുന്ന സമയത്ത് അവര് കാളി ശങ്കരന്മാരെ വന്ന് വന്ദിച്ചു. അപ്പൊ അവരെ ഭഗവാൻ അത്ഭുതകരമായിട്ട് പാർവതിയെ പരിചയപ്പെടുത്തി. കാരണം എന്താ പറയാ, പാർവതിക്ക് അതിൽ ചെറിയൊരു കോപം ഉണ്ടാവാൻ കാരണം പറഞ്ഞു, ദേവിയോട് പറഞ്ഞു, ഭിന്നാഞ്ജനത്തിന് സമം ശ്യാമവർണ്ണയായിരിക്കുന്ന കാളി എന്ന് വിളിച്ചു ദേവിയെ. കാരണം എന്താ പറയാ, ഭഗവതി സ്ത്രീ സ്വഭാവോചിതമായിരിക്കുന്ന സംഭാഷണം ഉർവശി ആദി അപ്സരസുകളുമായിട്ട് നടത്തുക. എന്താണ് കാളി ഭിന്നാഞ്ജന ശ്യാമേ എന്ന വാക്ക് എന്താണ്? അഞ്ജനം എന്ന് പറഞ്ഞാൽ കറുപ്പ്, ശ്യാമ എന്ന് പറഞ്ഞാൽ കറുപ്പ്, കാളി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടിനും വ്യത്യാസമല്ലാത്ത നിറത്തോടു കൂടിയിരിക്കുന്ന കാളി, അതായത് കറുത്ത നിറമുള്ളവളെ എന്ന് വിളിച്ചു. അപ്പൊ ഈ അപ്സരസുകള് അതീവ സുന്ദരികളും എന്താ പറയാ ഭയങ്കര മനോഹരികളുമാണല്ലേ. അപ്പൊ അവരുടെ മുമ്പിൽ വെച്ച് തന്റെ പതിയായിരിക്കുന്ന ശിവൻ തന്നെ അപമാനിച്ചതായിട്ട് തോന്നി ദേവിക്ക്. അപ്പൊ ദേവിക്ക് പെട്ടെന്ന് ക്രോധം ഉണ്ടായി. ഈ അപമാനം സഹിക്കാവുന്നതല്ല എന്ന് കരുതി ദേവി എന്ത് ചെയ്തു? മഹേശ്വരനെ വെടിഞ്ഞ് ശൈലാഗ്രത്തിലെ മറഞ്ഞ് വസിച്ചു. കുറെ കാലം ശിവന്റെ മുമ്പിൽ വന്നില്ല. വ്യാകുല മാനസനായിരിക്കുന്ന ശിവൻ എന്ത് ചെയ്തു? ദേവിയെ തെരഞ്ഞു നടന്നു. ഇതെല്ലാം കഥയാണ്. ഒടുവില് ദേവി ഹരന് മുമ്പിൽ പ്രത്യക്ഷയായി. അപ്പൊ സാന്ത്വന വാക്കുകൾ പറഞ്ഞു. തന്നെ ആലിംഗനം ചെയ്യാനെത്തിയ പതിയെ തടഞ്ഞുകൊണ്ട് ദേവി എന്താ പറയാ പറഞ്ഞു, ശിവനോട് പറയാണ്, അല്ലയോ ഭൂദേശ, വിവാഹത്തിന് മുമ്പ് ഞാൻ ശ്യാമവർണ്ണയായിരുന്നു, അങ്ങ് അത് കണ്ടിട്ടില്ലേ? കാരണം ഞാൻ കറുത്ത നിറമായിരുന്നല്ലോ അങ്ങ് എന്നെ കല്യാണം കഴിക്കാൻ. ഞാൻ ഹിമവൽ പുത്രിയാണ്, ഞാൻ കുറച്ച് കറുത്ത നിറമാണെന്ന് അങ്ങേക്ക് അറിയായിരുന്നല്ലോ. ഇപ്പൊ ഈ അപ്സരസുകളുടെ മുമ്പിൽ വെച്ച് എന്റെ നിറത്തെ കുറിച്ച് പറഞ്ഞ് എന്തിനാണ് അങ്ങ് എന്നെ അപമാനിച്ചത്? ഇത് ലോകത്തിന് കൊടുക്കുന്ന ഒരു താക്കീതാണ്. കാരണം ജാതിഹീനൻ, ധനഹീനൻ, സൗന്ദര്യഹീനൻ, ഉദാരതാരഹിതൻ, കുറവോ കൂടുതലോ ഉള്ള അംഗങ്ങളുള്ളവൻ, ഇവരുടെ ദോഷങ്ങളെ കുറിച്ച് ഒരിക്കലും അവരെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഉചിതമല്ല. ഈ നിയമം ലോകത്തിന് ബാധകമാണ്, അത് ശിവനും ബാധകമാണെന്ന് പറയുക. ഒരാൾക്ക് അംഗവിഹീനരോ കുറച്ച് വൈരൂപ്യമുള്ളവരോ അവർക്ക് എന്താ പറയാ ബുദ്ധിമാന്യമുള്ളവരോ പണമില്ലാത്തതോ ജാതിഹീനനോ ഒക്കെ ഉള്ളവരെ ഒരിക്കലും അപമാനിക്കാൻ പാടില്ല. അപ്പൊ എനിക്ക് കുറച്ച് സൗന്ദര്യം, എന്റെ നിറം അതീവ സുന്ദരിയാണ് അമ്മ പാർവതി ദേവിയെ അറിയാലോ. അത്രയും സുന്ദരിയായിരിക്കുന്ന ദേവിക്ക് കുറച്ച് നിറം കുറഞ്ഞു പോയി എന്നുള്ള ഇതില് അപ്സരസുകൾ വന്നപ്പോ എന്തുകൊണ്ട് ഈ ജഗത് പിതാവായിരിക്കുന്ന അങ്ങ് എന്നെ ഇങ്ങനെ കളിയാക്കി എന്ന് ചോദിക്കുകയാണ്. അതിനെ മറികടന്ന് അങ്ങേന്റെ രൂപത്തെ പരിഹസിച്ചു. അതുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, എന്നാണോ എന്റെ ശരീരം സ്വർണ ഗൗരവർണം നേടുന്നത് അതുവരെ ഞാൻ അങ്ങയെ വീണ്ടും കാണുന്നതല്ല. അപ്പോ അങ്ങില്ലാതെ എനിക്ക് എന്താ പറയാ ഗൗരവർണം ലഭ്യമാവുകയില്ല, അതും എനിക്കറിയാം. ഞാൻ ശിരസിൽ കൈവച്ച് ശപഥം ചെയ്യുകയാണ്, ഞാൻ ഇത് കിട്ടാതെ, എന്റെ ഈ വർണ്ണത്തിന്റെ മാറ്റം വരാതെ ഞാൻ ഇനി തിരിച്ചു വരൂല എന്ന് പറഞ്ഞ് ദേവി വീണ്ടും തപസ്സിന് പോവുകയാണ്. ഹിമാലയത്തിന്റെ മഹാപ്രപാതത്തിലുള്ള ആ ഒരു സ്ഥലത്തേക്ക് ദേവി പോയി. ഇപ്പൊ ഭവിഷ്യജ്ഞാനിയായിരിക്കുന്ന മഹാദേവൻ ദേവിയെ തടഞ്ഞില്ല, അല്ലെ? പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം അറിയാന്നുള്ള ഭഗവാൻ അറിയാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അവിടെ ഒരു പാദം നിലത്ത് കുത്തി ഉത്തരാഭിമുഖമായിട്ട് നിരാഹാരയായിട്ട് ദേവി ജ്യോതിർമതിയായിട്ട്, അതായത് ശ്രേഷ്ഠനും മംഗലപ്രദനുമായിരിക്കുന്ന തന്റെ പതിയായിരിക്കുന്ന ശിവന്റെ ആത്മസ്വരൂപത്തെ തന്നെ ധാരണം ചെയ്ത് തപസ് ആരംഭിച്ചു. ശിവൻ ആരാ? ശിവന്റെ വർണ്ണം അതീവ സുന്ദരാണല്ലേ, വെളുത്ത് മഞ്ഞ് പോലെ വെളുത്ത്, കർപ്പൂര ഗൗരം കരുണാവതാരം, ഭഗവാൻ മഞ്ഞ് പോലെ വെളുത്ത രൂപമാണ്. അത്രയ്ക്ക് മനോഹരനാണ് ഭഗവാന്റെ ഗാത്രം. അപ്പോ ആ രൂപത്തെ തന്നെ ധ്യാനിച്ച് നല്ല നിറത്തോടു കൂടിയ തന്റെ ഭർത്താവിനെ തന്റെ ഉള്ളിൽ തന്നെ ആ മംഗളം പ്രദാനം ചെയ്യുന്ന രൂപത്തെ തന്നെ ചിന്തിച്ചുകൊണ്ട് ദേവി തപസ് തുടങ്ങി, കഠിന തപം ചെയ്തു. അതിനുശേഷം ഭഗവാൻ ദേവിക്ക് ആദ്യം എന്താണ്? ബ്രഹ്മരൂപത്തിൽ ദർശനം കൊടുത്തു, ദേവി കണ്ണു തുറന്നില്ല. വിഷ്ണു രൂപത്തിൽ ദർശനം കൊടുത്തു, കണ്ണു തുറന്നില്ല. രുദ്രരൂപത്തില്, ശിവരൂപത്തില്, ത്രിമൂർത്തികളായിട്ട് പ്രത്യക്ഷപ്പെട്ടു, ദേവി കണ്ണു തുറന്നില്ല. പിന്നെ ഇത് മൂന്നും കൂടെ ചേർന്ന് ഐക്യരൂപത്തില് ബ്രഹ്മാവിഷ്ണു രുദ്ര സ്വരൂപമായിട്ട് വന്നു, ദർശനമേകി. അപ്പൊ ശിവനെ ജഗന്മയ രൂപത്തിൽ അനുഭവിച്ച ദേവി താൻ സമസ്ത പ്രകൃതി രൂപയും യോഗനിദ്രയുമാണെന്ന് മനസ്സിലാക്കി കണ്ണു തുറന്നു. അപ്പൊ ബ്രഹ്മ വിഷ്ണു ശിവാത്മികായേ നമ, ഇത് മൂന്നും ചേർന്നതാണ് ശിവന്റെ സ്വരൂപം. ഈ പരബ്രഹ്മമായിരിക്കുന്ന ശിവസ്വരൂപം എന്താണ്? ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ചേർന്ന ഏകമായിരിക്കുന്ന രൂപമാണ്. അതുപോലെ ദേവിയോ ആ ഒരു ബ്രഹ്മാവിന്റെ ശക്തിയായിരിക്കുന്ന സരസ്വതി, വിഷ്ണുവിന്റെ ശക്തിയായ ലക്ഷ്മി,
പാർവതി എന്ന് പറയുന്ന രുദ്രന്റെ ശക്തി, ഇത് മൂന്നും ചേർന്നതാണ്. അപ്പൊ ഈ സത്യത്തെ മൂന്നും കൂടെ ചേർന്ന് വന്നപ്പോ ദേവി കണ്ണു തുറന്നു. അപ്പൊ ഈ താൻ സമസ്ത പ്രകൃതി രൂപയാണ്, യോഗനിദ്രയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് കണ്ണു തുറന്നത് അല്ലേ. സ്തുതിയിൽ ശിവൻ വളരെ ഉയർന്ന ഒരു സ്തുതി ദേവിക്ക് വേണ്ടി അവിടെ നിർമ്മിച്ച് പാടി. ആ സ്തുതിയിൽ പ്രീതനായിട്ട് ദേവി എന്ത് ചെയ്തു? കണ്ണു തുറന്നു. ശിവൻ തന്റെ പ്രിയതമയെ സന്തോഷത്തോടു കൂടി നോക്കിയെന്ന് മാത്രമല്ല, ദേവിക്ക് സ്വർണവർണ്ണം, അതായത് ഗൗരവർണ്ണം നൽകി എന്താ പറയാ, അനുഗ്രഹിക്കുകയും ചെയ്തു. കൊടുത്തത് ഭഗവാൻ. ആ ഒരു നേരത്തെ ഉണ്ടായതിനെ കളിയാക്കിയതും ഭഗവാൻ തന്നെ അല്ലെ. അങ്ങനെ എന്താ പറയാ, ദേവിക്ക് ആ ഒരു കറുത്ത നിറം മാറിയിട്ട് സ്വർണവർണ്ണം, ഗൗരവർണ്ണം നൽകി. ആകാശ ഗംഗാജലത്തിൽ ദേവി സ്നാനം ചെയ്തു. അങ്ങനെ ശരീരം വീണ്ടും വീണ്ടും തിളക്കമുള്ളതായിട്ട് അതിമനോഹരിയായിരിക്കുന്ന പാർവതി ദേവിയുടെ പൂർണ്ണമായിരിക്കുന്ന സൗന്ദര്യ സ്വരൂപം തിരിച്ചു വന്നു. അപ്പൊ ഉമാമഹേശ്വരന്മാര് തിരികെ കൈലാസത്തെത്തി. ദേവി തന്റെ അർത്ഥദേഹമയ്യായിട്ട് ഭവിച്ചു. അതാണ് കാളി ഭൂത്വ സ്വർണഗൗരി ശരീരാർത്ഥം ച ശങ്കരം പ്രാപ്ത മോദ തദാത്മാനം സന്തുഷ്ടാച ജഗന്മയി. ഇതാര്? ഭഗവാന്റെ തന്നെയാണ്, അർത്ഥദേഹമായിട്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ ഇത് കിട്ടിയത്, കൊടുത്തതും എല്ലാം ആരാ? സ്വന്തം ഭർത്താവായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് കൊടുത്തത്. ഇനി ഭദ്രകാളി ആരാണ്? നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയുന്ന ഭദ്രകാളി അഷ്ടഭുജങ്ങളോട് കൂടിയ ദാരിക ശിരസ, പാത്രം, ഖണ്ഡാദി ആയുധങ്ങളൊക്കെ ധരിച്ച് സിംഹവും ഗജവുമാകുന്ന കുണ്ടലങ്ങളൊക്കെ അണിഞ്ഞ് വേതാളത്തിന്റെ പുറത്ത് വാഹനമാക്കി ആ ഒരു ശിവപുത്രിയായിരിക്കുന്ന ഭദ്രകാളിയാണ് നമ്മൾ കേരളത്തിൽ ആരാധന ചെയ്യുന്നത്. മഹാകാലനെ ചവിട്ടി നിൽക്കുന്ന ഭദ്രകാളി ശംഭുസ്ഥ എന്നും, ശിവപുത്രിയായിരിക്കുന്ന ഭദ്രകാളിയെ ശംഭുസ്ഥ എന്നും. ശംഭുസ്ഥ എന്ന് പറഞ്ഞ ശംഭുവിന്റെ മകളായിട്ടുള്ളവൾ ശംഭുസ്ഥ. മറ്റത് എന്താ? ശംഭുസ്ഥ. മറ്റേ ആ ധായ്ക്ക് വ്യത്യാസമുണ്ട്. ശംഭുവിന്റെ ഭാര്യയായിട്ടിരിക്കുന്നവൾ. ഇത് രണ്ടാണ്. ഒന്ന് മകളാണ്, ഒന്ന് എന്താ പറയാ, ഭാര്യയാണ്. അപ്പോ അങ്ങനെ ഭദ്രകാളി മഹാത്മ്യം എന്ന് പറയുന്ന ഭദ്രകാളിയുടെ വിവിധ സ്വരൂപങ്ങള് നമ്മുടെ പ്രപഞ്ചം എങ്ങനെയാണ് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്, പ്രപഞ്ച സ്വരൂപിണിയായിട്ട് അമ്മ എങ്ങനെ നിലനിൽക്കുന്നു, ആദ്യകാളിയായിരിക്കുന്ന ദേവിയാണ്. ദശമഹാവിദ്യകളുടെ ഉത്ഭവം, 9 രൂപങ്ങളും അതിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാളി എന്ന് പറഞ്ഞ മൂലപ്രകൃതി ആണ്. ഈ പറഞ്ഞ ലളിതാ ത്രിപുരസുന്ദരിയെ പോലെ വ്യക്താവ്യക്ത സ്വരൂപിണ്യേ നമ. അപ്പൊ ശിവനും ദേവിയും അഭിന്നയാണ്. കാശിയിൽ കണ്ട മഹാശ്മശാനത്തില്, കാശിയെ മഹാശ്മശാനം എന്നാണ് പറയുന്നത്. അവിടെ പ്രകാശത്തിന്റെ സ്ഥലമാണെന്ന് നമ്മൾ കണ്ടു. അവിടെ മഹാകാലനും മഹാകാളിയുമാണ് ഇരിക്കുന്നത്. ഓരോ ജീവനെയും തരണം ചെയ്യിപ്പിക്കുന്നത് അവരാണ്. ഓരോ ജീവനെയും ആ ബ്രഹ്മരന്ധ്രത്തിലൂടെ വരുന്ന ജീവനെ പുറത്തിടുക. സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന സാക്ഷാൽ മഹാകാളി തന്റെ അന്നപൂർണേശ്വരിയായിട്ട് അന്നത്തെ ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹീജ പാർവതി. അമ്മ കൊടുക്കുന്ന എന്താ? ജ്ഞാന വൈരാഗ്യങ്ങളെ വിളമ്പിക്കൊടുത്ത് അവർക്ക് മോക്ഷപദത്തിലേക്ക് എത്തിക്കുന്ന സ്വരൂപമാണ് കാശിയിലിരിക്കുന്ന കാശി വിശ്വനാഥനും അന്നപൂർണേശ്വരിയുമായിരിക്കുന്ന ദേവി. ഇതാണ് ഈ കാളി തത്വം. ഈ കാളി തത്വം അറിയുകയോ കേൾക്കുകയോ ഈ പറയുന്ന ദക്ഷിണാകാളി സ്വരൂപത്തെ മനസ്സിൽ എന്താ പറയാ ഒന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നവർക്ക് ജനന മരണ ആ ഒരു ചക്രത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം കിട്ടുമെന്ന് കാളികാ പുരാണം പറയുന്നു. അത് നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് നമുക്കത് നന്നായിട്ട് മനസ്സിലായി. നമുക്ക് ആ രൂപത്തെ കാണുമ്പോൾ നമ്മളും ഇതുപോലെ ആദ്യ കാളിയെ സ്മരിച്ച് ഈ ശരീരമാകുന്ന ഈ കൂട്ടിൽ നിന്ന്, ഈ പഞ്ചരത്തിൽ നിന്ന് മുക്തിയായിട്ട് ശിവജ്ഞാനപ്രദായിനിയായിരിക്കുന്ന ഭഗവതി നമ്മളെയും ശിവപദത്തിൽ ചേർക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ഇത് നാളെ നമുക്ക് താര എന്ന് പറയുന്ന ദശമഹാവിദ്യ ആരാണ്, ആ തത്വം എന്താണെന്ന് കാണാം. ഇന്ന് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.